أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാന്യ സഹോദരങ്ങളെ, നാലാമത് ഇസ്ലാമിക് സെമിനാറിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ സ്നേഹസംഗമം പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത്. നമ്മൾ ക്ഷണിച്ച നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും ഇപ്പോഴും നമ്മുടെ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ സെന്റ് ജോൺസ് മാർത്തോമ ചർച്ചിന്റെ പ്രതിനിധിയായി ഫാദർ സുനിൽ ജോൺ, സാരഥി കുവൈറ്റ് ഗുരുകുലം ചീഫ് കോർഡിനേറ്റർ വിനീഷ് വിശ്വം, നമ്മുടെ പ്രബോധകനായ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, ദുബൈയിൽ നിന്നെത്തിയ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും 100ഓളം വിവിധ ക്ഷേത്രങ്ങളിൽ തൗഹീദി പ്രഭാഷണങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, നമ്മൾ ഈ ഒരു സ്നേഹസംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം ഇൻവിറ്റേഷൻ തയ്യാറാക്കുകയും കുവൈത്തിലെ എല്ലാ നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് അത് നൽകിക്കൊണ്ട് നമ്മളെല്ലാം അവരെ ക്ഷണിക്കുകയും ചെയ്തു. ഇന്നലെയും നമ്മുടെ പരിപാടിയിൽ ധാരാളം മുസ്ലിങ്ങൾ നമ്മുടെ എക്സിബിഷനുകളും അതുപോലെ നമ്മുടെ പൊതുപ്രഭാഷണവും എല്ലാം ശ്രവിക്കുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എല്ലാ വർഷവും ഇസ്ലാഹി സെന്റർ നടത്തുന്നതിന്റെ പിന്നിൽ കാതലായ ഒരു ലക്ഷ്യം, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ അറിഞ്ഞ, നമ്മൾ വിശ്വസിക്കുന്ന സത്യം നമ്മുടെ സഹോദരങ്ങളിൽ കൂടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ മാത്രമാണ് സത്യത്തിൽ ഇത്രയേറെ ത്യാഗവും സഹനവും സഹിച്ചുകൊണ്ട് ഇസ്ലാഹി സെന്ററിന്റെ ഓരോ പ്രവർത്തകരും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം
ഭൗതികമായി നമ്മൾ ഒരു നേട്ടവും കൊതിക്കാതെ തികച്ചും അള്ളാഹുവിന്റെ വിചാരണവേളയിൽ നാളെ മഹ്ശറയിൽ അള്ളാഹുവിനോട് ഈ സത്യം നീ എത്തിച്ചുവോ എന്ന ചോദ്യത്തിന് മറുപടിയായി അതെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാം എത്തിച്ചു എന്നുള്ള ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായിക്കൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്നേഹസംഗമ പരിപാടിയുടെ അധ്യക്ഷ നമ്മുടെ പ്രബോധകനുമായ അബ്ദുസ്സലാം സലാഹി, ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി സാഗൂതം നിങ്ങൾ കേൾക്കുകയും ശ്രവിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണമോ എന്ന് അതിനെ ഞങ്ങൾ ഉണർത്തുന്നു. എക്സിബിഷനിടയിൽ നിന്ന് കയറി വന്ന ഇങ്ങോട്ട് ആളുകൾ വിളിച്ചു വന്ന ആളുകൾ ഉണ്ടാകാം, അവർക്ക് അതിനുശേഷവും അത് തുടരാവുന്നതാണ് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ഞാൻ അബ്ദുസ്സലാം സലാഹിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ അതിഥികളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ, 4 ദിവസത്തെ ഈ സെമിനാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സെമിനാറിന്റെ ഭാഗമായി ഓരോ വീടുകളും അല്ലെങ്കിൽ ഫ്ലാറ്റുകളും കയറി സന്ദർശിച്ചുകൊണ്ടിരിക്കെ 1-2 ഇടങ്ങളിൽ നിന്ന് വന്ന ഒരു പ്രതികരണം, അതായത് നമ്മുടെ സഹോദരങ്ങൾ കയറി ചെന്നപ്പോൾ പരിചയപ്പെടുത്തി ഫർവാനിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇസ്ലാമിക് സെമിനാർ നടക്കുകയാണ്, അതിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക പരിപാടിക്ക് എന്തിനാണ് മുസ്ലിം സഹോദരങ്ങളായ ഞങ്ങൾ വരുന്നത്, പങ്കെടുക്കുന്നത് എന്ന് പലരും ചോദിച്ചു. ഇവിടെ നടക്കുന്ന ഈ ഒരു സെമിനാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വ്യാഴാഴ്ച വൈകുന്നേരം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നാളെ രാത്രി 10 മണി വരെ ഈ പരിപാടി തുടരും. ഇതിലെ ഒരു പരിപാടിയും ഒരു മതസ്ഥന് കേൾക്കാൻ പാടില്ല, ഇന്നയാൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ഏതൊരു മത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും കേൾക്കാനും പഠിക്കാനും പറ്റുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള എല്ലാ പരിപാടിയും. അതിലൊരു നിഗൂഢതയോ മറച്ചുവെക്കലോ ഒന്നുമില്ല, എല്ലാം സുതാര്യമാണ്. ഈ സ്നേഹസംഗമവും അങ്ങനെ തന്നെ. അപ്പൊ അവിടെ ഇങ്ങനൊരു ഇസ്ലാമിക പരിപാടിയിലേക്ക് ഞങ്ങൾ എന്തിനു വരണം എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ഇസ്ലാമിലേക്ക് ഒരുപാട് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ മതങ്ങളും ദർശനങ്ങളും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അടുത്തറിയാനും ആശയങ്ങൾ പങ്കുവെക്കാനും മതത്തിന്റെ സാരാംശങ്ങളൊക്കെ അടുത്തറിയാനുമുള്ള ഒരു വേദി എന്നുള്ള നിലയ്ക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരണം, നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യണം, തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചിരിക്കുമെങ്കിലും സംസാരിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പല തെറ്റിദ്ധാരണകളുമായി പല ആളുകളും കഴിയുകയാണ്. പ്രത്യേകിച്ച് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, താടിവെച്ച ആളുകൾ തീവ്രവാദികളാണോ, ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നവർ തീവ്രവാദികളാണോ? കാരണം അങ്ങനെയാണ് മീഡിയകൾ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതൊന്നുമല്ല മതം പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ന് കൃത്യമായി ആളുകൾക്ക് അറിയേണ്ടതുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി പ്രസക്തമായി തീരുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ഈ സദസ്സിൽ ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു സംഗമം കഴിഞ്ഞാലും അവിടെയുള്ള ആ എക്സിബിഷനിൽ നിങ്ങൾ പങ്കെടുക്കണം, അത് കാണണം, അത് വായിക്കണം, കണ്ടറിയണം. കാരണം മനുഷ്യനാരാണ് എന്നും മതം എന്താണ് എന്നും മനുഷ്യത്വം എന്താണ് എന്നും എന്തിനാണ് മതങ്ങൾ എന്നും കൃത്യമായി അത് കഴിയുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ എൻ്റെ ഈ ഒരു സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത്രയേറെ കലുഷിതമായി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, കാരണം എവിടെയും വിദ്വേഷത്തിന്റെ സംസാരമാണ്, പല സദസ്സുകളും വിദ്വേഷത്തിൻ്റെതാണ്, പല പരിപാടികളും വിദ്വേഷത്തിൻ്റെതാണ്. അത് ഏത് മതത്തിൻ്റെതാകണമെന്നില്ല. അതിനിടയിൽ സ്നേഹം പങ്കുവെക്കാനുള്ള, സ്നേഹം എന്താണ് എന്ന് പഠിക്കാനുള്ള, വിശ്വാസങ്ങൾ എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു സംഗമമായി നിങ്ങൾ ഇതിനെ കാണണം. ഇവിടെ പല മതസ്ഥരുണ്ട്, പല സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ഇസ്ലാം ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് എങ്കിൽ മറ്റു പല ദർശനങ്ങളും മതങ്ങളും അതല്ല. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. എങ്കിൽ പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം അംഗീകരിക്കണമെന്നും പരസ്പരം സഹായിക്കണമെന്നും ഇതാണ് മതം പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും സത്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു സ്നേഹ ചർച്ചയായി നമ്മൾ ഓരോരുത്തരും ഇതിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ഏറെ ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സ്നേഹമെന്ന പദത്തിൽ പോലും സ്നേഹം അടങ്ങിയിട്ടുണ്ട്. സ്നേഹത്തിന് തുല്യമായി ലോകത്തൊന്നുമില്ല. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ട സംശയത്തിന്റെ പുകമറകൾക്കുള്ളിൽ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സന്ദർഭത്തിലാണ് ഈ സെമിനാറിന്റെ ഭാഗമായി ഇത്തരം ഒരു സ്നേഹ സംഗമം സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നാം അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഗൗരവപൂർവ്വം നോക്കിക്കാണുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നന്മ ആഗ്രഹിക്കാത്തവരായാലുമില്ല. ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്നതിൽ അക്രമവും അഴിമതിയും അരാജകത്വവും വ്യഭിചാരവും പലിശയും സാമൂഹിക തിന്മകളും ഇല്ലാത്ത ശാന്തമായ സുന്ദരമായ ഒരു ലോകം ഉണ്ടാകണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ആ ആഗ്രഹങ്ങളാണ് ലോക ചരിത്രത്തിൽ നമുക്കറിയാം. ഉട്ടോപ്യ എന്ന ഒരു നോവൽ രചിച്ചതിലൂടെ തോമസ് മൂർ എന്ന സാഹിത്യകാരൻ മുന്നോട്ട് വെച്ചത് അത്തരത്തിലുള്ള ഒരു ലോകത്തെ കുറിച്ച സ്വപ്നമാണ്. ഏത് കാലഘട്ടങ്ങളിലും ധർമ്മം വിളയാടുന്ന, മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹികാന്തരീക്ഷത്തെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെ അത് നിലവിൽ വരുത്തും എന്നതാണ് അർത്ഥഗർഭമായ ചോദ്യം. നന്മകൾ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷന്റെ വിധത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോഴും തിന്മകളെ സംബന്ധിച്ചിടത്തോളം ജിയോമെട്രിക് പ്രോഗ്രഷന്റെ വിധത്തിലാണ് തിന്മകൾ ലോകത്ത് വളരുന്നത് എന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ ദുരന്തം. അവിടെയാണ് കേരളത്തിന്റെ കവി കുഞ്ഞുണ്ണി മാഷ് കൊച്ചു വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ പറഞ്ഞ അദ്ദേഹം ഈ ലോകത്തിന്റെ തിന്മകളും അധാർമികതകളും കണ്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ വരികളിൽ. എൻ മനസ്സിന്റെ കോലായിലൊരു ചാരു കസേരയിൽ ഓരോന്നോർത്തു കിടപ്പു ഞാൻ. ലോകത്തിനൊരു റിപ്പയറിനുള്ള കാലം അടുത്തുപോയി. ശാസ്ത്രക്കമ്പം കൊണ്ടതിന്റെ അടിത്തറ ഇടിഞ്ഞുപോയി. രാഷ്ട്രീയ ചിതൽ തട്ടി തട്ടും ചൂടും ദ്രവിച്ചുപോയി. അറിഞ്ഞില്ലേ മതമെന്ന പേരിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അധാർമികതകൾ, രാഷ്ട്രീയമാകുന്ന സ്വാർത്ഥമായ താല്പര്യത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ, ശാസ്ത്രകമ്പത്തിന്റെ പേരിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ,
ഇതിനാൽ തകർന്നുപോയ മനുഷ്യത്വമാകുന്ന തറവാടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് കുഞ്ഞുമാഷോടൊപ്പം നമ്മളും ചോദിക്കുന്നു, ആരാണ് ഒരു റിപ്പോർട്ട് നടത്തുക? ആ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, മതങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്വാഭാവികമായി മതത്തിന്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ മതമെന്ന വാക്കിലെ അക്ഷരങ്ങൾക്ക് പോലും മാറ്റം വന്നുകൊണ്ട് അതിലെ അക്ഷരങ്ങൾക്ക് രൂപഭേദം സംഭവിച്ച് മതം മതമായി തീർന്ന, ഭ്രാന്തായി തീർന്ന ഒരു ദുരവസ്ഥയാണ് ലോകത്തിന്റെ മുമ്പിൽ അപകടകരമായ നിലക്ക് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മതം അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഇസ്ലാം ലോകത്തിന്റെ മുമ്പ് അവതരിപ്പിക്കുന്ന ഒരു ആദർശം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന പേര് ലഭിക്കാനുള്ള പ്രധാനമായ കാരണം എന്നത് അവന് മനനം ചെയ്യാൻ കഴിവുണ്ട് എന്നതാണ്. പക്ഷേ ആ മനനം ചെയ്യാനുള്ള കഴിവ്, ശരീരത്തുകളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സമ്പൂർണമായി അവന് സാധ്യമല്ല. ധർമ്മം ലോകത്തുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നീതി നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, സത്യം നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് സത്യത്തെയും അസത്യത്തെയും നാം വേർതിരിച്ചറിയുക? ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ കുവൈത്തിലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ച ശമ്പളം, ഉയർപ്പിന്റെ ഗന്ധമുള്ള പണം, ആ പണം നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിന്റെ പോക്കറ്റിൽ ആരിൽ നിന്നോ പോക്കറ്റടിച്ച പണമുണ്ട്. രണ്ടും വെച്ച് നോക്കിയാൽ രണ്ടും കുവൈത്തി ദീനാറാണ്. രണ്ടിന്റെയും മൂല്യം ഒന്നാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്ന സാധനങ്ങളുടെ അളവുകൾ, തോതുകൾ തുല്യമാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല പണവും മറ്റേയാളുടെ കയ്യിലുള്ളത് ചീത്ത പണവും എന്ന് എങ്ങനെ, ഏത് ഭൗതിക മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പറയും? ഏത് ഭൗതിക മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പറയും? എങ്ങനെയാണ് നമുക്ക് അവിടെ ഒന്ന് നല്ലതും മറ്റേത് ചീത്തയുമായി തീരുന്നത്? വ്യഭിചാരത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും വിശുദ്ധമായ വിവാഹത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ഫിസിയോളജിക്കലായി, അനാട്ടമിക്കലായി ഒന്നിൽ ഒരുപക്ഷെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഒന്ന് നല്ല മാർഗവും മറ്റേത് ചീത്ത മാർഗവും എന്ന് ഏത് മാനദണ്ഡ പ്രകാരം നമ്മൾ പറയും? അവിടെയാണ് മനുഷ്യബുദ്ധിയുടെ പരിമിതികൾ, ശരിതെറ്റുകൾ വേർതിരിക്കുന്നിടത്ത് മനുഷ്യബുദ്ധിയുടെ പരിമിതികൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത അവൻ രണ്ട് കാര്യങ്ങളിൽ ബന്ധിതമാണ് എന്നതാണ്. ഒന്ന് സമയം, മറ്റൊന്ന് സ്പേസ്, ടൈം ആൻഡ് സ്പേസ്. സമയത്തിന്റെ പ്രത്യേകത മണിക്കൂറിന് മിനിറ്റുകളായി, മിനിറ്റുകളെ സെക്കൻഡുകളായി, സെക്കൻഡുകളെ മൈക്രോ സെക്കൻഡുകളാക്കി ഭാഗിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വസ്തു വിഭജിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി അത് ശൂന്യതയിലെത്തണം, അഥവാ ടൈം സീറോ ആകണം. പക്ഷെ നമുക്കറിയാം, ടൈം സീറോ എന്ന കൺസെപ്റ്റ് അത് ചിന്തിക്കുമ്പോഴേക്ക് സെക്കൻഡുകൾ കടന്നു പോകും. കാരണം സമയമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച്, ടൈം സീറോ ആകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കുക സാധ്യമല്ല. രണ്ടാമതായി മാറ്റർ, അതിനെ ലഘൂകരിച്ച് അതിനെ ചെറുതാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മോളിക്യൂളുകൾ, ആറ്റങ്ങൾ, കണികകളായി വിഭജിച്ച് മാറ്റർ സീറോ ആകുന്ന ഒരവസ്ഥ എത്തണം സ്വാഭാവികമായി. പക്ഷേ മാറ്റർ സീറോ ആവുക എന്നത് നമുക്ക് സങ്കല്പിക്കുക സാധ്യമല്ല. കാരണം ടൈം, സ്പേസ്, ഈ രണ്ട് വസ്തുക്കളിൽ ബന്ധിതമാകുന്നു മനുഷ്യന്റെ നിലനിൽപ്പും മനുഷ്യന്റെ ബുദ്ധിയും. അതുകൊണ്ട് തന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഈ ടൈം സ്പേസ് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ഈ പരിമിതിയുള്ള മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ധർമാധർമ്മങ്ങളെ വേർതിരിക്കാൻ മനുഷ്യൻ ശ്രമിച്ചാൽ അപകടമാണ് സംഭവിക്കുക. വ്യഭിചാരം തൊഴിലാക്കി ഒരു വേശ്യക്കവൾ ചെയ്യുന്നത് നന്മയാകും. എന്നാൽ ജീവിതത്തിൽ മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു മനുഷ്യന് അത് അംഗീകരിക്കുക സാധ്യമല്ല. പാവപ്പെട്ടവന് പണം പലിശക്ക് നൽകുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നതിൽ തിന്മയില്ല. എന്നാൽ അധ്വാനത്തിലൂടെ പണത്തിന്റെ മൂല്യം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിന് വിധേയനാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുക സാധ്യമല്ല. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയേത്, തെറ്റേത്, ധർമ്മമേത്, അധർമ്മമേത്, സത്യമേത്, അസത്യമേത് എന്നതിൽ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള ഒരു മാർഗദർശനം അനിവാര്യമാണ്. ആ മാർഗദർശനം നൽകാൻ ആർക്കാണ് സാധിക്കുക? മനുഷ്യനെ സൃഷ്ടിച്ച സംവിധായകന് മാത്രമാണ്. തീർച്ചയായും ഈ ലൗഡ് സ്പീക്കർ കേടുവന്നാൽ ഇതിന്റെ ഫംഗ്ഷനിങ്ങിനെ സംബന്ധിച്ച് ആർക്കാണ് ഏറ്റവും നന്നായി അറിയുക? ഈ പ്രൊഡക്റ്റ് ഏത് കമ്പനിയാണ് ഉത്പാദിപ്പിച്ചത് അവർക്കാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിന്റെ അതിന്റെ പ്രവർത്തന വൈവിധ്യങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാണ് തീർച്ചയായും ആ മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിക്കാവുന്നു. മനുഷ്യന്റെ ദൗർബല്യങ്ങൾ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അതിന്റെ പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്ന
ആർക്കാണ്? മനുഷ്യന്റെ സൃഷ്ടാവായ സർവേശ്വരനാണ്. ആ സർവേശ്വരൻ ആരാകുന്നു, അവൻ എവിടെയാകുന്നു, ആ കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ പരിശോധന ആവശ്യമായി വരുന്നത്. നമുക്കറിയാം, ഈ സ്റ്റിച്ചിങ് സ്റ്റാൻഡ് ഇത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കാർപ്പന്റർ ഉണ്ട്. ആ കാർപ്പന്റർ ഈ വസ്തുവിനുള്ളിലാണോ ഉള്ളത്? അല്ല, ഈ വസ്തുവിന് പുറത്താണുള്ളത്. നിങ്ങളുടെ വാച്ച് ഉണ്ടാക്കിയാണോ വാച്ചിനുള്ളിലാണോ? അല്ല, വാച്ചിന് പുറത്താണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകൻ, അതിന്റെ സൃഷ്ടാവ് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ തൂണിലും തുറുമ്പിലും പദാർത്ഥങ്ങളിലുമാണോ? അല്ല, ആ പ്രപഞ്ചത്തിന് അതീതനാണ്. സൃഷ്ടാവ്, പ്രൊഡ്യൂസർ എപ്പോഴും പ്രൊഡക്റ്റിനപ്പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ സംവിധായകനായ സർവേശ്വരൻ പ്രപഞ്ചാതീതനാണ് എന്ന കാര്യമാണ് വളരെ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. കാല സമയ ബന്ധങ്ങൾക്ക് അതീതമായ ജനന ജന്മാന്തര പരിമിതികൾക്കപ്പുറത്തുള്ള ആ സവിശേഷതയുള്ള ഒരു സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ മാർഗദർശനം നൽകാൻ സാധ്യമായി തീരുള്ളൂ. ഈ കൃത്യമായ ഏകദൈവ വിശ്വാസം. പക്ഷേ മതനിരാസത്തിന്റെ വക്താക്കൾ, മതനിഷേധികൾ പലപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. മനുഷ്യൻ അവന്റെ പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് നീങ്ങിയപ്പോ പലതിന്റെയും നേർക്ക് അവന് ഭയമുണ്ടായി തീർന്നു. പാമ്പിന് അവൻ ഭയപ്പെട്ടു, അപ്പോ പാമ്പിനെ ആരാധിക്കാൻ തുടങ്ങി. അഗ്നിയെ അവൻ ഭയപ്പെട്ടു, അഗ്നിയെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ നേർക്കുണ്ടായി തീർന്ന ഭയം അവയെ ആരാധിക്കാൻ തുടങ്ങുകയും വ്യത്യസ്തങ്ങളായ ആരാധനാമൂർത്തികൾ രൂപം കൊള്ളുകയും പിന്നീട് ആ വൈവിധ്യം ഒരു ഏകത്വത്തിലേക്ക്, ഒരു ദൈവത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് മതവിശ്വാസത്തിന്റെ കാരണമെന്ന് നിരീശ്വരവാദികൾ പലപ്പോഴും അപഗ്രഥിക്കാറുണ്ട്. ഇത് ബുദ്ധിക്ക് വിരുദ്ധമാണ്. വൈവിധ്യത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് എന്നതല്ല, മറിച്ച് ഏകത്വത്തിൽ നിന്ന് വൈവിധ്യത്തിലേക്ക് പോയി, അഥവാ ഏകത്വത്തിൽ നിന്ന് ബഹുത്വത്തിലേക്ക് പോയി എന്നതാണ് ദൈവവിശ്വാസത്തിന്റെ വിഷയത്തിൽ മനുഷ്യന് സംഭവിച്ച അപജയം. ഇവിടെ ഒരു പരിശോധന ആവശ്യമാണ്. ലോകത്തിന്റെ മുമ്പിൽ പല സംസ്കാരങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സിന്ധു നദീതട നാഗരികതകൾ, മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ, ചരിത്രാതീത കാലം മുൻപ് നടന്നിട്ടുള്ള അത്തരം സംസ്കാരങ്ങളെ, നാഗരികതകളെ നമ്മൾ പഠനവിധേയമാക്കിയപ്പോൾ അവിടെയൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഏകദൈവ വിശ്വാസം, അതിന്റെ അടയാളങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ്. പരസ്പരം കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത സമൂഹങ്ങളിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൃഷ്ടാവായ, നിയന്താവായ, അതുല്യനും അജല്യനും അന്യൂനനും അമരനുമായ ഒരു ആദിപരാശക്തിയെ കുറിച്ചുള്ള സങ്കല്പമുണ്ടായി? അതാരെങ്കിലും ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല, മറിച്ച് അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. സൂര്യപ്രകാശം പോലെ, പച്ചവെള്ളം പോലെ ലളിതമായ സുന്ദരമായ ഒരാശയമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും സംവിധായകനും ഏകനായ ഒരു ശക്തി മാത്രമാകുന്നു എന്നുള്ളത്. അഥവാ ഏകദൈവ വിശ്വാസമാണ് ലോകത്താദ്യമായി ഉണ്ടായിത്തീർന്നത്. പിന്നീടാണ് മനുഷ്യൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയും തന്നെ ഭയപ്പെടുത്തുന്ന ഓരോ വസ്തുവിനെയും ദൈവമായി സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ആ ഏകനായ ദൈവത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്നതിനു വേണ്ടി മധ്യവർത്തികളെ, ഇടയാളന്മാരെ സൃഷ്ടിക്കുന്ന ശൈലികളും പിൽക്കാലത്ത് മതസമൂഹങ്ങളിൽ കടന്നു വന്നിട്ടുള്ളതാണ്. ഇവിടെ അടിസ്ഥാനപരമായ ഈ പ്രാപഞ്ചിക പ്രതിഭാസം അഥവാ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്ന പ്രകൃതി മതം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സർവേശ്വരനായ നാഥൻ. ആ സന്ദേശം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദിമ പ്രവാചകൻ ആദം അലൈഹിസ്സലാം മുതൽ മഹാനായ പ്രവാചകൻ പ്രവാചകൻ അഥവാ നൂഹ് അലൈഹിസ്സലാം മുതൽ, ഹൂദ് അലൈഹിസ്സലാം മുതൽ, അബ്രഹാം പ്രവാചകൻ അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ഇങ്ങനെ തുടർന്നു വന്ന് ഈസ അലൈഹിസ്സലാം അഥവാ യേശു ക്രിസ്തുവിലൂടെ അങ്ങനെ കടന്നു വന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അജ്ഞതയുടെ അന്ധകാരത്തിൽ വിരാജിച്ചിരുന്ന ഒരു ജനസമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് ചൂഷണമുക്തമായ ഈ ഏകദൈവ സിദ്ധാന്തമായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത, പലപ്പോഴും ചൂഷണത്തിന്റെ ഉപാധിയായിട്ടാണ് മതം വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഏകദൈവ ദർശനം, ഏകദൈവ ആരാധന മനുഷ്യനെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവിടെ കാണിക്കയില്ല, അവിടെ നേർച്ചയില്ല, അവിടെ പെട്ടുവരവില്ല, അവിടെ ആഘോഷ കമ്മിറ്റിയില്ല. കാരണം മതം പഠിപ്പിക്കുന്ന, ദൈവം പഠിപ്പിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യം എന്താണ്? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ്, അവന്റെ ജീവനാഡിയേക്കാൾ, കണ്ഠനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുന്നു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എനിക്കറിയാം എന്ന് വേദഗ്രന്ഥത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നു. ഇവിടെ
ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്ന ദൈവവുമായി മനുഷ്യനെ ബന്ധപ്പെടുത്താൻ ഒരു മധ്യവർത്തി ആവശ്യമായി വരുന്നില്ല. ഹൃദയവികാരങ്ങൾ അറിയുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ മാത്രം പ്രാർത്ഥനാ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നതോടുകൂടി മനുഷ്യൻ മുഴുവൻ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ വിഷയം, വൈവിധ്യം ലോകത്ത് എന്നും നിലനിൽക്കുന്നു. പക്ഷേ ഏകത്വം ലോകത്തുണ്ടാകേണ്ടതുണ്ട്. എങ്ങനെയാണ്, ഏതിലൂടെയാണ് മനുഷ്യരെ ഐക്യപ്പെടുത്താൻ സാധിക്കുക? ഇതൊരു സ്നേഹ സംഗമമാണല്ലോ. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്ന, ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുള്ള ഒരു സായാഹ്നം. ലോകത്ത് ഐക്യത്തെക്കുറിച്ച് എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, എല്ലാ ആളുകളും ഒരേ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ? അല്ല. എല്ലാ ആളുകളും ഒരേ ഭാഷ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ? അല്ല. എല്ലാ ആളുകളും ഒരേ നിറമുള്ള കൊടി പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ? അല്ല. എന്നാൽ എല്ലാവർക്കും പ്രായോഗികമായ ഒരു കാര്യമുണ്ട്. എല്ലാ ആളുകളും ഐക്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ് കാര്യം? നമുക്കറിയാം, കേരളത്തിന്റെ സാഹചര്യം, അല്ലെങ്കിൽ കുവൈത്തിന്റെ സാഹചര്യം. നമ്മുടെ മക്കൾ പോകുന്ന കലാലയങ്ങൾ, അവിടെ രാവിലെ ബെല്ലടിക്കുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നു. അവിടെ ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, മുസൽമാന്റെ, ജൈനന്റെ, പഴസിയുടെ, വ്യത്യസ്തരുടെ മക്കളുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ആരോടാണ് രാവിലെ ബെല്ലടിച്ചാൽ പ്രാർത്ഥന നടത്തുന്നത്? യേശുവിനോടാണോ? മുഹമ്മദ് നബിയോടാണോ? ശ്രീകൃഷ്ണനാണോ? അല്ല. പിന്നെ അഖിലാണ്ട മണ്ഡലമണിച്ചോക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും, പരമപ്രകാശമേ ശരണം നീയെന്നും നമ്മളൊക്കെ കൊച്ചുനാളുകളിൽ സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രാർത്ഥനാ ഗീതം. അല്ലെങ്കിൽ ലോകൈക നായക സർവ സംരക്ഷക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആരോടാണിത്? ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഐക്യപ്പെടുന്നത് ഒരേ ഒരു നിമിഷത്തിൽ മാത്രമാണ്. ഹിന്ദുവിന്റെ ദൈവമായ ക്രിസ്ത്യാനിയുടെ ദൈവമായ, മുസൽമാന്റെ ദൈവമായ. വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്ത, ലോകത്തുള്ള സകല മനുഷ്യർക്കും വർഗീയതയില്ലാതെ വെള്ളം നൽകുന്ന, സകല മനുഷ്യർക്കും വായു നൽകുന്ന, സകലർക്കും വേണ്ടി ഒരേ സൂര്യന്റെ ചൂടും പ്രകാശവും നൽകുന്ന ജഗന്യന്താവായ നാഥൻ, ഏകനായ തമ്പുരാൻ, അവന്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥനാ പ്രണാമങ്ങൾ സമർപ്പിക്കുക എന്നതിന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് ഇസ്ലാം, സമർപ്പണം. അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് പറയുന്ന പേരാകുന്നു മുസ്ലിം. അഥവാ ഒരു നാടിന്റെ, ഒരു ജനവിഭാഗത്തിന്റെ, ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ആ നിലക്കുള്ള ഒരു പേരല്ല, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന മനുഷ്യൻ, അതാകുന്നു മുസ്ലിം എന്ന പദത്തിനർത്ഥം. സൂര്യപ്രകാശം പോലെ ലളിതമായ, സുന്ദരമായ, സുപരിചിതമായ വർഗീയതയില്ലാത്ത വിശ്വാസം. ഈ വിശ്വാസമാണ് ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാർ മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തിയത് ഈ ചൂഷണമുക്തമായ ഏകദൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് മതപ്രമാണങ്ങളെ പരിശോധനാ വിധേയമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്നേഹസംഗമത്തിന്റെ മെസ്സേജായി നമുക്കും അവതരിപ്പിക്കാനുള്ളത് ഈ ആദർശമാണ്. നമ്മൾ ഒന്നായി തീരുന്നത് ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളായ നാം, ഒരേ ദൈവത്തിന്റെ വിശ്വസിക്കുന്ന നാം, ഒരേ ദൈവത്തിന്റെ വെള്ളം കുടിക്കുന്ന നാം, ഒരേ ദൈവത്തിന്റെ ഭൂമിയിൽ വസിക്കുന്ന നാം, ഒരേ സൂര്യന്റെ ചൂടും പ്രകാശം ആസ്വദിക്കുന്ന നാം ഒന്നാകുന്നത് എപ്പോഴാണ്? ദൈവമേ എന്ന് ആ ഏകനായ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത വിശ്വാസ പ്രമാണം, ഈ സ്നേഹത്തിന്റെ സന്ദേശം അന്നന്റെ കഴുത്തറുക്കലല്ല, മതത്തിൽ ബലാത്കാരമില്ല. ഇത് ബുദ്ധിയുടെ സന്ദേശമാണ്, ഇത് ചിന്തയുടെ സാരാംശമാണ്. ഈ സദസ്സിന് മുമ്പിൽ, ഇവിടെ സമർപ്പിക്കുന്നവരുടെ മുമ്പിൽ ലളിതമായ ഈ ഒരു ആശയം, ഈ വാക്കുകളിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമത്തിലെ സജീവമായ ചർച്ചയ്ക്ക് വേണ്ടി ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. സത്യം സത്യമായി ഉൾക്കൊള്ളാനും പരസ്പരം സ്നേഹിക്കാനും സ്നേഹത്തിലൂടെ സുന്ദരമായ കുസുമങ്ങൾ വിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനും സർവേശ്വരനായ ജഗന്യന്താവായ കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സെമിനാറിന്റെ സംഘാടക സമിതി അംഗങ്ങളെ, സഹോദരങ്ങളെ, ഏവർക്കും സ്നേഹ വന്ദനം. ഈ
പ്രബുദ്ധമായ സമ്മേളനത്തിൽ ഒരുമിച്ച് സംബന്ധിക്കുന്നതിന് എന്നെ ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായ സന്തോഷവും ഹൃദയപൂർവമായ കൃതജ്ഞതയും ഈ സമയത്ത് പ്രകാശിപ്പിക്കട്ടെ. വളരെ പ്രബുദ്ധമായ ഒരു പ്രഭാഷണം നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മതം, മനുഷ്യൻ, മരണാനന്തരം എന്ന വിഷയമാണ് ഈ സെമിനാറിൽ കൈകാര്യം ചെയ്യപ്പെടുവാനായിട്ടിടയാകുക എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുവാനായിട്ടിടയായില്ല. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ദൈവം വൈജാത്യങ്ങളിലൂടെ, വൈവിധ്യങ്ങളിലൂടെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി, സുന്ദരമായി സൃഷ്ടിക്കപ്പെടുവാനായിട്ടിടയാകുകയാണ്. ഈ പ്രപഞ്ചം കാണുമ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഏറ്റവും ശ്രേഷ്ഠ കലാകാരനായിരിക്കുന്ന ജഗന്നിയന്താവിനെ നാം നമ്മുടെ മുഖങ്ങളിലൂടെ ദർശിക്കുന്നതിന് സാധിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ വസ്തുവും അതിന്റെ മനോഹാരിതയിൽ ഏറ്റവും ഔന്നത്യത്തിലാണ് ഈശ്വരൻ സൃഷ്ടിച്ച് നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ വളരുന്നതിന് അനുവദിച്ച് നൽകപ്പെടുവാനായിട്ടിടയാകുക. എന്നാൽ ഇന്ന് നാം അധിവസിക്കുന്ന ഈ ലോകത്തെ നാം പരക്കെ നോക്കുമ്പോൾ നാം ഒരുമിച്ച് പറയുന്ന ഒരു വാചകമാണ്, ഈ ലോകം അത്ര സുന്ദരമല്ല. ഈ ലോകം ഇവിടെയൊക്കെയോ വികലതകൾ ബാധിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. എനിക്ക് മുമ്പ് പ്രഘോഷിച്ചതായിട്ടുള്ള പ്രിയ പണ്ഡിതൻ പറഞ്ഞതുപോലെ വിവിധ തരങ്ങളിലുള്ള അപജയങ്ങൾ കൊണ്ട്, മൂല്യച്യുതികൾ കൊണ്ട് ഈ ലോകത്തിന്റെ സൗന്ദര്യം എവിടെയൊക്കെയോ ഗ്ലാനി നേരിട്ട ഒന്നായി കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെയാണ് മതവിശ്വാസികൾ ആയിരിക്കുന്ന ദൈവഭക്തർ എന്ന് പറയുന്ന നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നാം മനസ്സിലാക്കുവാനായിട്ടിടയാകുക. എല്ലാ മതവിശ്വാസങ്ങളും മനുഷ്യനെ ഏറ്റവും നന്മയുള്ള, മൂല്യമുള്ള ആളുകളാക്കി രൂപപ്പെടുത്തുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സംഹിതകളാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ എവിടെയൊക്കെയോ നന്മ വളരേണ്ടിയിരിക്കുന്ന ഇടങ്ങളിൽ വല്ലാത്ത തിന്മകളുടെ അതിപ്രസരങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയാവുന്നു. ഈ ലോകം അതിൽ തീർത്ഥയാത്രികരായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന, നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നാം. ഈ ലോകം ഓരോരുവനും ശാശ്വത വാസത്തിന് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഇടമല്ല എന്ന് നമുക്കറിയാം. വളരെ ഹ്രസ്വമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഇവിടെ ഈ ഹ്രസ്വമായ കാലഘട്ടത്തിൽ ജീവിക്കുവാനായിട്ട് നിയോഗിതരായിരിക്കുന്ന നമ്മൾ വല്ലാത്ത ദുരമൂത്ത്, വല്ലാത്ത ആർത്തിമൂത്ത്, എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെ തുടർന്ന് വല്ലാത്ത ചൂഷണത്തിന്റെയും, വല്ലാത്ത അക്രമത്തിന്റെയും, വല്ലാത്ത അഴിമതികളുടെയും ആളുകളായി മാറ്റപ്പെടുവാനായിട്ടിടയാകുന്നു. ഇവിടെ മതം നമ്മെ സഹായിക്കേണ്ടത് ഇവിടെയാണ്. മതം നമ്മെ ഈ തിന്മകളുടെ ദൂഷണ വലയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി നാം അധിവസിക്കുന്ന ലോകം ചൂഷണം ചെയ്യപ്പെടാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പരിസരങ്ങളെ നന്മയിലൂടെ രൂപപ്പെടുത്തുക എന്നുള്ള വലിയ കടമയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇത് സ്നേഹസംഗമമാണ്. ഈശ്വരൻ സ്നേഹത്തിന്റെ ആളത്വമാണ്. എവിടെയാണ് സ്നേഹം നിലനിൽക്കുക? സ്നേഹത്തിന് വിലയുണ്ടാകുന്നത് ബന്ധങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്സ് ഇല്ലാത്ത ഒരിടത്ത് സ്നേഹം എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല. സ്നേഹം അത് ബന്ധങ്ങളുള്ളിടത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് സ്നേഹവും സംഗമവും ചേർത്ത് വരുമ്പോ ഈ സ്നേഹത്തിന് മൂല്യം ലഭിക്കുന്നത് ഈ സംഗമത്തിലാണ്, ഈ കൂട്ടായ്മയിലാണ്, ഈ പാരസ്പര്യത്തിലാണ് സ്നേഹത്തിന് വില ഉണ്ടാകുന്നത്. ഈശ്വരൻ ജീവനാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം ദൈവമയമാണ്, ദൈവികമാണ്. അപ്പൊ ദൈവികമല്ലാത്തതാണ്
എന്താണ് സ്നേഹമില്ലായ്മ എന്നതാണ്. ഈശ്വരൻ ജീവനാണെങ്കിൽ, ദൈവം ജീവനാണെങ്കിൽ ജീവനെ ഹനിക്കപ്പെടുന്നതെല്ലാം ദൈവികമല്ല എന്ന് നാം തിരിച്ചറിയുന്നു. ദൈവം വെളിച്ചമാണെങ്കിൽ വെളിച്ചമല്ലാത്തതൊന്നും ദൈവമല്ല എന്ന് നാം തിരിച്ചറിയുന്നു. ദൈവം സൃഷ്ടിതാവാണെങ്കിൽ സംഭാവനകളെല്ലാം ദൈവികമല്ല എന്ന് നാം തിരിച്ചറിയുന്നു. നാം ദൈവികരാകാൻ ദൈവത്തോട് ചേർന്ന് ഈശ്വരനോട് ചേർന്ന് തീർത്ഥയാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ആയുസ്സിനെ എത്രമാത്രം ദൈവീകത കൊണ്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് എന്റെ വിചാരം, ഈ സ്നേഹസംഗമങ്ങളൊക്കെ നമ്മെ നയിക്കേണ്ടത് ഈ സ്നേഹത്തിലൂടെ ഈ ലോകത്തെ സ്നേഹമുള്ളതാക്കി മാറ്റാൻ, ഒരു സ്വാർത്ഥതയുടെ മനുഷ്യരായി ജീവിക്കുന്നതിലെല്ലാം ഒരു പരാർത്ഥതയുടെ മനുഷ്യരായി ജീവിക്കാൻ എങ്ങനെ സാധിക്കും എന്ന ഒരു തുറവിയുടെ ദർശനങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നതിന് നമ്മെ സഹായിക്കുമ്പോഴാണ്. ഞാൻ മാത്രം തെളിനീര് ഉറവകളെ കുടിച്ചാൽ പോരാ, എന്റെ പിന്നാലെ വരുന്ന ആളുകൾക്കും അത് ലഭിക്കുവാനായിട്ടിടയാകണം. എനിക്ക് മാത്രം ശുദ്ധമായ വായു ഉണ്ടായാൽ പോരാ, എനിക്ക് പിന്നാലെ വരുന്നവർക്കും ശ്വസിക്കുവാനുള്ള നല്ല അന്തരീക്ഷത്തെ ക്രമീകരിക്കാൻ എനിക്ക് സാധിക്കണം. ഞാനെന്ന് ജീവിക്കുന്ന ഈ പരിസ്ഥിതിയെ മലിനമാക്കുന്നതിലൂടെ ഞാൻ വരുന്ന തലമുറയോട് കാണിക്കുന്ന ദ്രോഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. ഇതെല്ലാം എന്റെ ദൈവീകതയുടെ ഭാഗമായി, എന്റെ ഈശ്വരബന്ധത്തിന്റെ ഭാഗമായി, ദൈവബന്ധത്തിന്റെ ഭാഗമായി കാണാൻ കഴിയാതെ വരുന്നിടത്തൊക്കെ നമുക്ക് ദൈവികരല്ലാതെയായി മാറുന്നു. നമ്മുടെ മതവിശ്വാസത്തിന് ഈ ലോകത്തിനൊരു നന്മയും വരുത്താനില്ലാതെയായി മാറുന്നത് കാണുന്നു. സ്നേഹശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ സ്നേഹ സമൃദ്ധമാക്കി മാറ്റുവാനായിട്ട് കഴിയുക. നല്ല മനുഷ്യരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നല്ല മനുഷ്യനെ കാട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കുക. ഗ്രീക്ക് ദാർശനികനായിരുന്ന ഡയോജനസ് എന്ന് പറയുന്നതായുള്ള മനുഷ്യനും അദ്ദേഹം നട്ടുച്ച നേരത്തെ തെരുവിലൂടെ ഒരു റാന്തൽ വിളക്കുമായി സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എതിരെ വരുന്ന ആളുകളുടെ നേരെ റാന്തലിന്റെ തിരി താഴ്ത്തി ഉയർത്തി അദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ ഉയർത്തും, കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കും, നിഷേധാർത്ഥത്തിൽ തലയാട്ടി മുമ്പോട്ട് നടക്കും. ആളുകൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ്. ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച് ചോദിക്കുന്നു, എന്ത് ഭ്രാന്താണ് നിങ്ങൾ കാട്ടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യന്റെ മുഖത്തേക്കും ഞാൻ ഈ റാന്തലിന്റെ തിരി നാളെ ഉയർത്തി നോക്കുന്നത് ഇവർ യഥാർത്ഥ മനുഷ്യനാണോ എന്നാണ് ഞാൻ നോക്കുക. ഇന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയേണ്ട ചോദ്യമാണ്, എന്റെ ഈ ആയുഷിന്റെ ഇത്ര നാളുകൾക്കുള്ളിൽ എത്ര നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ വിരലുകൾ അധികമായി വരും. ഇവനൊരു നല്ല മനുഷ്യനാണോ? മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നിന്റെ ഗന്ധം പോലും മനുഷ്യന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. We have even lost the smell of humans. നാം ഒരു ദൈവത്തോട് ചേർന്നുള്ള തീർത്ഥയാത്ര നടത്തുവാൻ ഈ ലോകത്തിൽ ക്ഷണിക്കുമ്പോ നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തെ നിരസിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ ചുവടുന്നു നിൽക്കുന്നത് ഈ ലോകത്തിലാണ്. ഞാൻ പരസ്പരമുള്ള ബന്ധത്തിലാണ് ഇവിടെ നിലനിൽക്കാൻ കഴിയുക. എത്രയോ ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് എനിക്ക് ഒരു നേരം അന്നം വാങ്ങാനായിട്ട് കഴിയുക. ഉച്ചയൂണിന് മേശയ്ക്കടുത്തിരിക്കുമ്പോ എനിക്ക് ഒരുക്കപ്പെടുന്ന വിഭവങ്ങൾ എത്രയോ ആളുകളുടെ അധ്വാനങ്ങൾ കൊണ്ടാണ്. എനിക്ക് തന്നെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ കഴിയുക? ഇത് ഒരു പാരസ്പര്യത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ലോകമാണ്. അവരില്ലാതെ എനിക്കൊരു അസ്തിത്വമില്ല എന്ന ബോധ്യത്തോടുകൂടിയും മനുഷ്യത്വം നിരസിക്കപ്പെടുന്ന ഒരു ലോകത്തില് മനുഷ്യത്വത്തിന്റെ കരുണയുടെ ആർദ്രതയുടെ ഭാവങ്ങൾ കൊണ്ട് അവന് നന്മയായി മാറുന്ന ഒരു മനുഷ്യത്വത്തിന്റെ സൗഹൃദം നൽകുന്ന സാന്നിധ്യമാകുമ്പോഴാണ് നമ്മുടെ മനുഷ്യ ജീവിതങ്ങള് അർത്ഥവത്തായി മാറാനായിട്ട് കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തില് അന്യജീവിതത്തിന് ഉദവി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് കവി പറയുമ്പോ ഇന്നത്തെ ഭവനങ്ങളിൽ സ്നേഹമില്ലെന്ന് കുഞ്ഞുണ്ണി മാഷിനെ ഉദ്ധരിച്ച് പറയുമ്പോ അമ്മയില്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ. അങ്ങാടി വീടുകൾ അകത്തുനായ പുറത്തുനായ പുതിയ വലിയ വീടുകൾ അങ്ങാടിയിലെ വീടാണ്. അമ്മയില്ല, സ്നേഹമില്ലാത്ത വീടുകൾ വർദ്ധിച്ചു വരുന്നു. ബന്ധങ്ങളിൽ സ്നേഹങ്ങളില്ലാത്തത് വല്ലാത്ത ദുരവസ്ഥകളായി മാറുന്നു. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഹോദരനെ പകയ്ക്കുന്നവനും ഒരിക്കലും ഈശ്വരന്റെ ആളല്ല എന്ന് പറയാനും രണ്ടു വശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ദൈവീകതയുടെ ഈ തീർത്ഥയാത്ര നമുക്ക് നന്നായി നിർവഹിക്കാനായിട്ട് കഴിയുള്ളല്ലോ. അതുകൊണ്ട് ഈ സഞ്ചാരപഥങ്ങളെ ഈശ്വരബന്ധത്തെ ഒരു വശത്തും മനുഷ്യബന്ധത്തെ മറുവശത്തും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മികമായ സഞ്ചാരമാണ്
തീർത്ഥയാത്രയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കൊക്കെ സാധ്യതപ്രായമാകാനായിട്ടിടയാകുക. ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലൂടെയും നാം നമ്മുടെ ഖബറിങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സെമിത്തേരിയിലേക്ക് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മളോടൊപ്പം ഈ മരണമെന്ന യാഥാർത്ഥ്യം സഞ്ചരിക്കുന്നുണ്ട്. ഈ മരണമെന്ന യാഥാർത്ഥ്യത്തിന് പ്രാണനേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിന് എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണ്ടേ? എത്രയോ വർഷങ്ങൾ നാം ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോ സ്നേഹ സംഗമങ്ങളും എന്നെ വെല്ലുവിളിക്കുന്ന, എന്നെ ചലഞ്ച് ചെയ്യുന്നത് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദിസ് വേൾഡ്, ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദിസ് വൈഡർ ഹ്യൂമാനിറ്റി. അത് സാധ്യമാകാത്തിടത്തോളം കാലം ഞാനിവിടെ ജീവിച്ചിട്ടെന്ന അർത്ഥം, ഈ ലോകത്തിൽ ഞാൻ പദമൂതിയിട്ടെന്ന അർത്ഥം, ഈ സ്നേഹസംഗമത്തിന്റെ ഭാഗമായിട്ടെന്ന അർത്ഥം. ഏതൊരു തെളികൾ വന്നകമേ നമ്മെ കോർത്ത് നേരിടവരുന്നു. ഇവിടെ അതിരുകളുടെയും പാരസ്പര്യത്തിന്റെയും ബന്ധങ്ങളുടെയും ഇഴകളിൽ ഇരുട്ടലുകൾ കാണുതിന്നപ്പെടുമ്പോ സ്നേഹത്തിൽ ചേർത്ത് നിർത്താൻ കഴിയാത്തിടത്തോളം എന്റെ സഹോദരൻ എനിക്കൊരു നന്മ ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിതമാണ് എന്റെ ജീവിതമെങ്കിലും അതിലെന്റെ വിശ്വാസത്തിന് കാമ്പില്ല, എന്റെ ദൈവികതയ്ക്ക് അടിത്തറയില്ല. അതിനപ്പുറത്ത് മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിത പദത്തിലേക്ക് സഞ്ചരിക്കുമ്പോ ഈശ്വരന്റെ കരം പിടിച്ച് നടന്ന് ഞാൻ ഇതിനപ്പുറത്തുള്ള നിത്യതയിലേക്ക് പദമൂന്നുമ്പോ തമ്പുരാനോട് ചോദിക്കില്ലേ, ഈ ജീവിതത്തില് എന്ത് നന്മ ചെയ്തിട്ടാണ് നീ ഇവിടെ എത്തപ്പെടുക എന്ന് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സഞ്ചാരങ്ങളില് ഈശ്വരനോട് ചേർന്ന് നിൽക്കാനും മനുഷ്യനോട് ചേർന്ന് നിൽക്കാനും, അങ്ങനെ ഞാൻ ഈ ലോകത്തിൽ വന്നതിനേക്കാൾ സുന്ദരമായി ഈ ലോകത്തെ മാറ്റി മടങ്ങിപ്പോകാനും നമുക്ക് കഴിയുമ്പോ എന്റെ ജന്മം ധന്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊക്കെ അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ തമ്പുരാനോട് അള്ളാഹുവിനോട് അപേക്ഷയുണ്ടാകട്ടെ. എന്റെ ദൈവമേ, ഞാൻ ഈ എന്റെ ഭവനത്തിൽ വന്നതിനേക്കാൾ നല്ല ഭവനമായി എന്റെ ഭവനത്തെ തീർത്തു പോകാൻ എന്നെ സഹായിക്കണമേ. എന്റെ സഹോദരങ്ങളുടെ ജീവിതം ഞാനുമായി ഇടപെട്ടതിനേക്കാൾ മുന്നേറായി തീരത്തക്കവണ്ണം എന്റെ ജീവിതം കൊണ്ട് സഹായിക്കണമേ. എന്റെ കരം കോർത്ത് സഞ്ചരിക്കുന്നവരുടെ ജീവിതം എന്നോട് കരം കോർത്ത നിമിഷം മുതൽ മുമ്പത്തേതിനേക്കാൾ നല്ലതാകാൻ സഹായിക്കണമേ. അങ്ങനെ നാം ഒക്കെ വിചാരിച്ചാൽ ഈ ലോകമൊക്കെ എത്രയോ മനോഹരമാകും, എത്രയോ സുന്ദരമാകും. അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തുള്ള മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യവും എത്രയോ വലുതാണ്. ഇവിടെ സൗന്ദര്യമില്ലാത്ത ജീവിതങ്ങൾക്കൊന്നും അപ്പുറത്ത് സൗന്ദര്യം അനുഭവവേദ്യമാകില്ല എന്ന തിരിച്ചറിവോടെ ഓരോ നിമിഷങ്ങളെയും നന്മയുടെ നിമിഷങ്ങളാക്കാം, ഓരോ നിമിഷങ്ങളെയും സ്നേഹത്തിന്റെ നിമിഷങ്ങളാക്കാം. കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദര സങ്കീർത്തനങ്ങളാകാം. ആർദ്രത കൊണ്ട് മറ്റൊരുവനെ കോരിയെടുത്ത് നെഞ്ചോടനയ്ക്കുന്നതിലൂടെ ഇവനും എന്നെ പോലെ സ്നേഹം ലഭിക്കേണ്ടവനാണെന്നും ഒരുമിച്ച് ഞങ്ങൾ വളരേണ്ട ഒരു മാനവികതയുടെ ഒരു കുടുംബത്തിന്റെ ആളുകളാണെന്നുള്ള അവബോധത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ സ്നേഹസംഗമങ്ങൾ ഉരുത്തിരിഞ്ഞു നൽകുന്നതായിട്ടുള്ള വെല്ലുവിളികളിലൂടെ ഈ ലോകത്തെ മനോഹരമാക്കാൻ, അതിനപ്പുറത്തുള്ള ജീവിതം സുന്ദരമാക്കാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഈ സംഘാടക സമിതിക്ക്, ഈ സെമിനാറിന് എല്ലാവിധമായ ആശംസകളും നേരുകയും ഈ ഒരു നവദർശനത്തിലേക്കും ഒരു നവമാനുഷിക മൂല്യങ്ങളിലേക്കും നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും നിറഞ്ഞ കൃതജ്ഞതയോടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവേശ്വരൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റവറൻഡ് സുനിൽ ജോൺ. അടുത്തതായി മതം, മനുഷ്യൻ, മരണാനന്തരം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മിസ്റ്റർ വിനീഷ് വിശ്വം, ഗുരുകുലം ചീഫ് കോർഡിനേറ്റർ സാരജി കുവൈറ്റ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യ അബ്ദുസലാം സുലാഹി, ആമുഖ ഭാഷണം നടത്തിയ ബഹുമാന്യ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ മുജാഹിദ് ബാലുശ്ശേരി, ബഹുമാന്യ റവറൻഡ് ഫാദർ സുനിൽ ജോൺ, കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ ബഹുമാന്യ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏവർക്കും വിനീതമായ നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്.
ഇന്ന് ലോകം ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ വിഷവിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊരു സ്നേഹ സംഗമത്തിൽ കുവൈറ്റ് കേരള ഇസ്ലാമി സെന്റർ സംഘടിപ്പിക്കുന്ന ഈ സ്നേഹ സംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ഒപ്പം ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലുമുള്ള സന്തോഷം ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 1924 ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായ ഒരു സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീ നാരായണ ഗുരുദേവൻ വിളിച്ചുകൂട്ടുകയുണ്ടായി. ഈ സമ്മേളന പന്തലിന്റെ കവാടത്തിൽ രേഖപ്പെടുത്തിയിരുന്ന വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശത്തിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ സ്നേഹസംഗമം ചർച്ച ചെയ്യുന്നത് മനുഷ്യരും മതങ്ങളും മരണാനന്തരം എന്ന വിഷയമാണ്. മതം എന്നാൽ അഭിപ്രായം എന്നാണ്. വ്യക്തി അധിഷ്ഠിതമാണത്. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് പാലിച്ചു പോരാൻ അല്ലെങ്കിൽ അതിനെ ഹനിക്കാതിരിക്കുക എന്നുള്ള ഒരു സംസ്കാരം, അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മതസൗഹാർദ്ദത്തിന്റെ ബാലപാഠം ഞാൻ പഠിക്കുന്നത് ഒരു ശബരിമല യാത്രയിലൂടെയാണ്. വളരെ ചെറുപ്പത്തിലാണ്. എന്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ശബരിമലയിലേക്ക് പോകുമ്പോൾ എരുമേലിയിലെത്തി അയ്യപ്പസ്വാമിയുടെ ഉറ്റ തോഴനായിരുന്ന വാവരുസ്വാമിയുടെ പള്ളിയിലെത്തി അവിടെ ആദരവ് അറിയിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് പോകുക. ശബരിമലയിൽ പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ പമ്പയില് വാവരുസ്വാമിക്ക് ഒരു മന്ദിരമുണ്ട്. ആ മന്ദിരത്തിൽ രൂപങ്ങളോ പ്രതീകങ്ങളോ ഒന്നുമില്ല. ആ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പ്രായമുള്ള ആള് കുട്ടികളായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, വാവരുസ്വാമി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, അവർക്ക് രൂപങ്ങളോ ഭാവങ്ങളോ പാടില്ല, അതുകൊണ്ടാണ് വാവരുസ്വാമിയുടെ മന്ദിരം ഇപ്രകാരം പണി കഴിപ്പിച്ചിരിക്കുന്നതും അത് പരിപാലിച്ചു പോരുന്നതും എന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ആദരവോടു കൂടിയുള്ള ഒരു സംസ്കാരം, അത് നമ്മൾ വളർത്തിയെടുക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഹിന്ദുമതത്തിന്റെ മൂലപ്രമാണമായി പറയുന്നുണ്ട്, ഏകം സത് വിപ്ര ബഹുദ വദന്തി. ഏകം ഒന്നാണ്, എല്ലാം ഒന്നാണ്. ഇവിടെ എനിക്ക് മുമ്പുള്ള പ്രമുഖരായ പ്രഭാഷകരെ എല്ലാം അതിനെപ്പറ്റി സംസാരിച്ചു, ഏകദൈവം എന്നുള്ള സങ്കല്പത്തെ പറ്റി. ഗുരുക്കന്മാർ, പ്രവാചകന്മാർ അതിന് പല പേരിൽ അല്ലെങ്കിൽ പ്രതീകങ്ങളായി അതിനെ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ പറയുന്നു. പല മതസാരവുമേകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. പലമത സാരവും ഏകം, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ഓരോ ദൃഷ്ടികോണിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ആ രീതിയിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും സാരം ഒന്നു തന്നെയാണെന്നാണ് ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ബഹുമാന്യ അബ്ദുൾ റഷീദ് കുട്ടമ്പു, മനനം ചെയ്യാനുള്ള കഴിവാണ് മനുഷ്യന്റെ പ്രത്യേകത, ചിന്തിക്കുവാനുള്ള കഴിവ്. അനുകമ്പാ ദശകം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു നിർവചനം നൽകുന്നുണ്ട്. അരുളുള്ളവനാണ് ജീവി. അരുൾ എന്നാൽ അറിവ്. അറിവുള്ളവനാണ്
ജീവി എന്ന് പറയുന്നുണ്ട്. അരുള് അൻപ് അനുകമ്പ. അരുൾ അനുകമ്പ മൂന്നിലും പൊരുളൊന്നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. അരുള് അൻപ് അനുകമ്പ, അറിവ്, ദയ, കാരുണ്യം. ഈ അല്ലെങ്കിൽ ജ്ഞാനപ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, മനുഷ്യനെ നയിക്കുന്നത് ഈ 3 തത്വങ്ങളിലൂടെയാണ്. അങ്ങനെ അരുളുള്ളവനാണു ജീവി, അറിവുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക എന്ന് പറയുന്നു. തുടർന്നുള്ള വരികളിൽ പറയുന്നു അനുകമ്പാ മൂർത്തികളെ പറ്റി. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. യേശുദേവനെ പരമേശ പവിത്രപുത്രനായും മുഹമ്മദ് നബി തിരുമേനിയെ കരുണാവാൻ നബി മുത്തു രത്നമായുമാണ് ഗുരുദേവൻ ആ വരികളിലൂടെ വിശദീകരിക്കുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം. ജാതിമത ഭേദങ്ങളില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ ഏവരും ഏകോദര സഹോദരരെ പോലെ ജീവിക്കുന്ന ഒരു മാതൃകാസ്ഥാനം സംസ്ഥാപനം ചെയ്യുന്ന ഒരു സന്ദേശമായിരുന്നു അതിലൂടെ നമുക്ക് തന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മുടെ അയൽവാസി പട്ടിണിയായി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ സത്യവിശ്വാസിയായിരിക്കില്ല എന്ന് മുഹമ്മദ് നബി തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ സത്യവിശ്വാസിയായിരിക്കില്ല എന്ന് പറയുന്ന തത്വത്തിന്റെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ, എനിക്ക് എങ്ങനെ സുഖം വേണോ അതുപോലെ മറ്റുള്ളവർക്കും സുഖം വേണം എന്ന് ആചരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാകും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്ത് അത് ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മഴ പെയ്യുന്നു, അത് പുഴയിലൂടെയും അരുവിലൂടെയും സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ എല്ലാ നിസ്കാരവും പ്രാർത്ഥനകളും എത്തിച്ചേരുന്നത് ഒരേ ഒരു ദൈവത്തിലാണ് എന്ന സത്യം നമുക്കറിയാം. മഴവില്ലിൽ 7 നിറങ്ങളാണുള്ളത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 നിറങ്ങൾ കൂടി ചേർന്നാൽ കിട്ടുന്നത് വെള്ള നിറമാണ്, വൈറ്റ് എന്ന് പറയുന്നത് പോലെ. ഹിന്ദുമതം സംസ്കാരത്തെ പഠിപ്പിക്കുന്നു, ക്രിസ്തുമതം സ്നേഹം പഠിപ്പിക്കുന്നു, ഇസ്ലാം മതം സാഹോദര്യത്തെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാകുന്നത്? എല്ലാ മതങ്ങളും നന്മയാണല്ലോ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് തിന്മകൾ വരുന്നു? എന്തുകൊണ്ടാണ് ചില സഹോദരങ്ങൾ തിന്മയെ സ്വീകരിക്കുന്നത്? തുടർന്ന് വരുന്ന പദ്യങ്ങളിൽ ആത്മോപദേശ ശതകം പറയുന്നു, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്നു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ മതം ഏകമെന്നു ചിന്തിച്ചകമണയാതകതാരിലമർന്നിടേണം. മതവിശ്വാസി, നിരീശ്വരവാദി, വിപ്ലവകാരി, ഉപദ്രവകാരി എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. മനസ്സിന് സുഖം. ഒരാളിനെ ഉപദ്രവിക്കുന്നതാണ് സുഖം. അയാൾ അപ്പോൾ അത് ചെയ്യും. മനസ്സിന്റെ സുഖം സ്ഥിരമായിരിക്കില്ല, മാറിക്കൊണ്ടിരിക്കും. ആ മനസ്സിന്റെ സുഖം സ്ഥിരമായിരിക്കാത്തത് ആത്മാവിന്റെ സുഖം അതല്ലാത്തത് കൊണ്ടാണ്. എല്ലാവരുടെയും ആത്മാവിന്റെ സുഖം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോട് അലിവുണ്ടാകുക, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക, സ്നേഹിക്കുക, അതൊക്കെയാണ്. ജഗതിയിൽ മതം ഏകം, ആത്മസുഖം. എല്ലാവർക്കും ആത്മസുഖം വേണം. അതാണ് ഏകം മതം എന്ന് പറയുന്നത്. നമ്മൾ പൊതു തത്വമായി പറയും, എല്ലാ മതങ്ങളിലും പറയുന്നത് പോലെ തന്നെ നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മൾ സ്വർഗത്തിലെത്തും, ദുഷ്ടപ്രവൃത്തി നമ്മൾ ചെയ്താൽ നരകത്തിലെത്തും.
18 പുരാണങ്ങൾ അതില് വ്യാസൻ പറയുന്ന രണ്ട് സംക്ഷിപ്ത രൂപമായിട്ട് പറയാം. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഉപകാരം ചെയ്യുന്നത് പുണ്യവും, അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നത് അത് ദോഷമായും പറയുന്നുണ്ട്. ഒരുവന് നല്ലതു മഞ്ഞകല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധി ഓർത്തിടയണം. പരനു പരം പരിതാപമേകിടുന്നോര് എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഒരുവന് നല്ലതും വേറൊരാൾക്ക് ദോഷവും വരുത്തുന്ന രീതിയിൽ പ്രവൃത്തി ചെയ്താൽ എരി നരകാബ്ദിയിൽ, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകക്കടലിൽ വീഴും. ഇന്നിവിടെ നടക്കുന്ന 4 ദിവസമായിട്ട് നടക്കുന്ന എക്സിബിഷനിൽ അവിടെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നരകത്തെ പറ്റിയുള്ള നിർവചനം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദുമതപ്രകാരം പറയും 108 നരകങ്ങളുണ്ട്. കുംഭി ഭാഗം, സാൽമലി, അങ്ങനെയൊക്കെ പല പേരുകളിലിട്ട് വിളിക്കും. സാൽമലി എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർക്ക് അവിടെ കൊണ്ടുപോകുന്നു പറയും. ചൂടുള്ള ദണ്ഡിൽ ആലിംഗനം ചെയ്യും. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ ആരെയും കണ്ടിട്ടില്ല, സ്വർഗമോ നരകമോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല ആളുകളായിട്ട്, നന്മ ചെയ്യുന്നവരായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് എന്ന രീതിയിലാണ് ഇതിനെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതിനെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. ന്യൂട്ടന്റെ 3ാം ചലന നിയമം പറയും, ടു എവരി ആക്ഷൻ there is an equal and opposite reaction. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്ന കവിവാക്യം പോലെ. പൂന്താനം എന്ന കവിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ചത്തുപോകും നേരം വസ്ത്രമതുപോലും ഒത്തിടാൻ കൊണ്ടുപോകാൻ ഒരുത്തർക്കും. ജനിക്കുന്നത് ഒന്നിച്ചല്ല, മരിക്കുന്നത് ഒന്നിച്ചല്ല. അതിന് ഇടയിലുള്ള ഒരു ചെറിയ സമയത്ത് നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ കവിവാക്യം. ഏറെ സംസ്കാരത്തിനും നമ്മുടെ ഭാരതം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, എല്ലായിടത്തും തിന്മകളുടെ നിഴലുകൾ വീഴുമ്പോൾ ഈ കടലുകൾക്കപ്പുറം ഈ പ്രവാസി ലോകത്ത് ഇന്നത്തെ ഈ സ്നേഹസംഘം പോലെ സ്നേഹം സംഗമിക്കുന്ന ഒരു നിമിഷം ഞാൻ പല അവസരത്തിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ബാച്ചിലർ അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയത്ത് ചെറിയ മുറിയിൽ നിസ്കാരവും കുരിശുബലിയും നാമജപവും ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന അപൂർവ നിമിഷം. അത് നമുക്ക് പ്രവാസികൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്നേഹ സംഗമമാണ്. ഇത്തരത്തിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശത്തെ ഓർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്നേഹ സംഗമം സംഘടിപ്പിച്ചു പോരുന്ന കഴിഞ്ഞ 3 വർഷങ്ങളിലൊക്കെ സാരഥി കുവൈറ്റിന്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാതൃകാപരമായ ഈ പരിപാടിക്ക് സംഘാടന സമിതിയോടുള്ള അക്കൈതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും കഴിയാടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഗുരുകുലം ചീഫ് കോർഡിനേറ്റർ സാരഥി കുവൈറ്റിന്റെ പ്രതിനിധി വിനീഷ് വിശ്വം, അദ്ദേഹത്തിന് ഇസ്ലാമിക് സംഘത്തിന്റെ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും അറിയിക്കുന്നു. ഇനി നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ വേദിയിലേക്ക് ആമുഖ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما
بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സഹോദരന്മാരെ, കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചു. അതിൻ്റെ 3-ാം ദിവസമായ ഇന്ന്, ചതുർദിന സെമിനാറിന്റെ 3-ാം ദിവസമായ ഇന്ന്, വ്യത്യസ്ത മതത്തിൽപ്പെട്ട, അഥവാ ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ 3 മതത്തിലെ പ്രതിനിധികളെ, ക്രൈസ്തവ മതത്തെയും സനാതന ധർമ്മത്തെയും അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിനെയും പ്രതിനിധീകരിക്കുന്ന 3 പ്രബോധകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ സംഗമമാണിത്. ഏറ്റവും കൂടുതൽ താത്വികമായി ചർച്ച നടക്കേണ്ട ഒരു സംഘം, ദാർശനികമായ ചർച്ച നടക്കേണ്ട ഒരു സംഘം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ തിയേറ്റർ കാണുന്ന ആളുകൾക്ക് പേടിയാണ്. അവിടെ ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന ഡോക്ടർ രോഗിയോട് അങ്ങേയറ്റം കരുണയുള്ളവർ. അയാളുടെ ശരീരത്തിൽ കീറി മുറിക്കുന്നത് അയാളോടുള്ള വിരോധം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ്. അയാൾക്ക് വലിയൊരു രോഗമുണ്ട്. ആ രോഗത്തിൽ നിന്ന് അയാൾ രക്ഷപ്രാപിക്കാൻ വേണ്ടി തൊണ്ടക്കുഴി മുതൽ നാവിക്കുഴി വരെ ബൈപ്പാസ് സർജറി നടത്തുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗിയോടുള്ള അടങ്ങാത്ത സ്നേഹം അതിൽ നീലിച്ചു നിൽക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഗമത്തിന്റെ ആത്മാവ് മുന്നോട്ട് ഗമിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആരാണ് എന്നും മതം എന്താണ് എന്നും മരണാനന്തര ജീവിതം എന്താണ് എന്നും ക്ലിപ്തപ്പെടുത്തി തന്നിട്ടുള്ള ദൈവിക ദർശനമാണ് ഇസ്ലാം. ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്ന കാതലായ കാര്യം, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരു നാഥന് നീ നിന്നെ സമർപ്പിക്കുക. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. ഇസ്ലാം സമാധാനം എന്നാണ് അതിന്റെ ഒരർത്ഥം. സമർപ്പണം എന്നാണ് അതിന്റെ മറ്റൊരാശയം. അനുസരണമെന്നും അതിനർത്ഥമുണ്ട്. ഇവിടെ ആരെക്കാണ് സമർപ്പിക്കേണ്ടത്? തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, തനിക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, കൈകാലുകൾ നൽകിയ, തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു നാഥന്റെ മുമ്പിൽ അവന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനെ മുസ്ലിം എന്ന് പറയും. ലളിതമായി പറയാം, ഒരു അധ്യാപകന്റെ മുമ്പിൽ, ഒരു മാത്സ് അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥി ലക്ഷ്മണൻ അധ്യാപകനെ അനുസരിക്കുന്നുവെങ്കിൽ ഭാഷാപരമായി അവൻ ഒരു മുസ്ലിമാണെന്ന് പറയാം. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് അച്ഛൻ പറയുന്നു, അതനുസരിക്കുന്ന ഒരു മകനെ ആ വിഷയത്തിൽ മുസ്ലിം എന്ന് പറയാം. സാങ്കേതികമായി മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനിയിലൂടെ ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവ്യ വെളിപാടുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അയാൾ അടിസ്ഥാനപരമായ മുസ്ലിമായി തീരും. ഒരാൾ മദ്യം ഒഴിവാക്കുന്നുവെങ്കിൽ ആ മദ്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ അയാൾ മുസ്ലിമാണ്. ഒരാൾ വ്യഭിചരിക്കുന്നില്ല, അത് ചിന്മയായി കാണുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അയാൾ മുസ്ലിമാണ്. ഒരാൾ പലിശ വാങ്ങുന്നില്ല, കൊടുക്കുന്നില്ല എങ്കിൽ ആ വിഷയത്തിൽ അയാൾ മുസ്ലിമാണ്. അയാൾ അല്ലാഹുവിനെ ആരാധിച്ചും പ്രവാചകന്റെ വചനങ്ങളെ സ്വീകരിച്ചും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഇസ്ലാമിക സാങ്കേതിക ശബ്ദത്തിൽ അയാൾ മുസ്ലിമായി. എങ്കിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നതും പറയുന്നതും സൂര്യൻ മുസ്ലിമാണ് എന്നാണ്, ചന്ദ്രൻ മുസ്ലിമാണ് എന്നാണ്, ഗോളങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് എന്നാണ്, ഇവിടെയുള്ള സകല വസ്തുക്കളും മുസ്ലിങ്ങളാണ് എന്നാണ്, പശു മുസ്ലിമാണ് എന്നാണ് പറയുന്നത്. എന്റെ അർത്ഥം തൊപ്പിയിട്ട് താടി വെച്ച ഒരാളാണ് പശു എന്നല്ല. പശു ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നില്ല. പശു ഒരിക്കലും ദൈവത്തെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കുന്നുമില്ല. പാപ
പാമ്പ് അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് അത് ആരാധിക്കുന്നത്. പർവ്വതങ്ങൾ കീർത്തനങ്ങൾ നടത്തുന്നു. പർവ്വതങ്ങൾ ആരാധിക്കുന്നത് മനുഷ്യനെയല്ല, പശു ആരാധിക്കുന്നത് മനുഷ്യനെയല്ല, പാമ്പ് ആരാധിക്കുന്നത് മനുഷ്യനെയല്ല. എന്നാൽ മനുഷ്യൻ ഇതൊക്കെ ചെയ്യും. പർവ്വതങ്ങളെ ആരാധിക്കുന്നു, വൃക്ഷങ്ങളെ ആരാധിക്കുന്നു, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നു. സൃഷ്ടികളിൽ ദിവ്യത്വം കൽപ്പിച്ച് സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലെത്തേണ്ടതിന് പകരം സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടി മാഹാത്മ്യത്തിൽ അഭിരമിച്ച് സൃഷ്ടിയിൽ തന്നെ സൃഷ്ടാവിനെ അവരോധിച്ച് ആ സൃഷ്ടിയിൽ മഹത്വം കൽപ്പിച്ച് ആരാധിക്കുന്നു. അപ്പൊ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുപോകുന്നു. ലോകത്ത് ഇത് അപങ്കുരം തുടരുകയാണ്. എന്ന് മാനവകുലം ഭിന്നിച്ചു എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കുകയാണെങ്കിൽ, മാനവകുലം ഭിന്നിക്കാനുള്ള കാരണം ദൈവവിശ്വാസത്തിലുള്ള ഭിന്നത ലോകത്ത് കടന്നു വന്നപ്പോഴാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ, എവിടെ സൃഷ്ടിപൂജ മാനവ ചരിത്രത്തിൽ ആരംഭിച്ചുവോ അന്ന് മുതലാണ് മതങ്ങൾ എന്ന ശബ്ദമുണ്ടായത്, ദൈവങ്ങൾ എന്ന ശബ്ദമുണ്ടായത്. ദൈവം മതം എന്ന ശബ്ദത്തിൽ നിന്ന് ആദമിന്റെയും നോഹ പ്രവാചകന്റെയും ഇടയിലുള്ള 10 തലമുറ സൂര്യനെ ആരാധിച്ചില്ല, പ്രവാചകന്മാരെ ആരാധിച്ചില്ല. നമ്മൾ മധുര നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് തുടരും, വിഷയാവതരണങ്ങൾ തുടരും. ഏതെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്ന ഒരു സദസ്സുമായി ഇതിനെ മാറ്റണം. വേഗം മധുരസ്കരിച്ചല്ലാത്ത ആളുകൾ ഇതര മത വിഭാഗത്തിൽ ഒന്നും അവയെ ആരാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നു. സൂര്യൻ ആരാധിക്കുന്നത് സാക്ഷാൽ അല്ലാഹുവിനെയാണ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. അതോടൊപ്പം നമ്മൾ ഒന്നുകൂടെ അറിയണം, പശു അറിയുന്നില്ല മനുഷ്യൻ പശുവിനെ ആരാധിക്കുന്നത്, പാമ്പ് അറിയുന്നില്ല മനുഷ്യൻ പാമ്പിനെ ആരാധിക്കുന്നത്. പിന്നെ നമ്മൾ ആരാധിക്കുന്ന ആരാധനയെ കുറിച്ചും ഉണ്ടാകണം കാഴ്ചപ്പാട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? തന്നേക്കാൾ ദുർബലനായ ഒന്നിനെ ആരാധിക്കുക, തന്റെ അത്ര ആയുസ്സില്ലാത്ത ഒന്നിനെ ആരാധിക്കുക, തന്റെ അത്ര ഗുണമില്ലാത്ത ഒന്നിനെ ആരാധിക്കുക. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ്. നമ്മളെല്ലാം ആകെ ആശങ്കപ്പെട്ടു പോകുന്ന ആരാധനാ രീതികളുമുണ്ട് ലോകത്ത്. അതുകൊണ്ട് നല്ലൊരു ചർച്ചയാണ് മതം, മനുഷ്യൻ, മരണാനന്തര ജീവിതം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച ആയിട്ടില്ല, കാലിക്കറ്റിലെ ഫറൂഖ് കോളേജിന്റെ മുമ്പിൽ ഒരു പബ്ലിക് പ്രഭാഷണം നടത്ത വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ യുക്തിവാദി, നിരീശ്വരവാദി ടൈപ്പുള്ള ചില പ്രസ്ഥാനങ്ങൾ പ്രദാനം ചെയ്യുന്ന കുട്ടികൾ പരസ്യമായി എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതെല്ലാം മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നതല്ല, അപമാനവീകരണത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടേക്ക് നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പ്രവാസികളോടെ പ്രവാസികളായി വന്നിട്ടുള്ള നിങ്ങൾ, ഒരു ജന്തുവും കേരളത്തിൽ നിന്ന് പാസ്പോർട്ട് എടുത്ത് ഇങ്ങോട്ട് കയറിയിട്ടില്ല. ജോലി ചെയ്യാൻ വേണ്ടി, മക്കളെ പൊട്ടാൻ വേണ്ടി, കുടുംബത്തെ പൊട്ടാൻ വേണ്ടി ഒരു സൃഷ്ടിയും ഇങ്ങോട്ട് പാസ്പോർട്ട് എടുത്ത് കയറിയിട്ടില്ല. അവർ ജീവിക്കുന്നില്ലേ? ഉണ്ട്. ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചൊരു കത്ത് തന്നാൽ ആ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് പോകും. പക്ഷേ കാക്കയും പൂച്ചയും നായയും ആ കല്യാണ വീട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ വേസ്റ്റ് ഇടുന്നിടത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. കത്ത് കൊടുത്തിട്ടില്ല അത് വരുന്നത്. ആ കല്യാണത്തിന് ഒരു ഭക്ഷണം ഞാൻ കഴിക്കില്ല, കാരണം എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് ഒരു മൃഗവും പറയാനില്ല ലോകത്ത്. പക്ഷെ അഭിമാനിയായ മനുഷ്യൻ അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യൻ ശരിക്കും ആരാണ് ശരിക്കും മനുഷ്യൻ? നേരത്തെ ആമുഖ ഭാഷണത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് അത് റഷീദ് കുട്ടമ്പൂർ പറഞ്ഞു, മനുഷ്യൻ മനന സ്വഭാവമുള്ളവൻ, അപഗ്രഥനാത്മക സ്വഭാവത്തിന്റെ വ്യക്തി, കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. മിമ്മൻ ഖലഖനാ തഫ്ദീല, ബുദ്ധിയുള്ളവനാണ്. മിമ്മൻ, അത് ബുദ്ധിയുള്ളവർക്ക് പ്രയോഗിക്കുന്ന പദമാണ്. വലക്കത് കറന്ന ബനി ആദം, ആദം സന്തതികളെ മുഴുവനും നാം ആദരിച്ചിരിക്കുന്നു. ഇന്നലെ മെനയാന്നൊക്കെ ചാനലിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ച നാദാപുരത്ത് നടന്ന ഒരു കൊലപാതകവുമായി, എന്ന് പറഞ്ഞാൽ ഒരു പ്രേത ജിന്ന് ചികിത്സയൊക്കെ ഉള്ള അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രത്തിൽ ഒരു പെണ്ണ് മരിക്കുന്നു.
അതിന്റെ ഭാഗമായി ചാനലുകളിൽ മതം ചർച്ച ചെയ്യപ്പെടുന്നു. മതമാണത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാൽ സംഭവം യുക്തിക്ക് വാദം പിടിച്ചതാണോ തോന്നിപ്പോകുന്ന വിധത്തിലാണ് ചർച്ച. മതമല്ലാത്തതൊക്കെ മതത്തിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കുക, എന്നിട്ട് അതിനെ അടിച്ചിട്ട് അതാണ് മതം എന്ന് പറയാ. ഇപ്പൊ സതി സമ്പ്രദായം നിലം വരുന്നു ലോകത്ത്. എല്ലാവരും പറയാം ഈ സതി സമ്പ്രദായം നിലവിൽ വന്നത് പൗരോഹിത്യമാണ്, മതമല്ല. അപ്പൊ നമുക്ക് സൂക്ഷ്മമായി വേദഗ്രന്ഥത്താളുകളിലൂടെ കടന്നുപോയാൽ സ്ത്രീകളെ സംരക്ഷിക്കപ്പെട്ടിരുന്ന അനവധി വാചകങ്ങൾ കാണാം. സ്ത്രീ സ്വാതന്ത്ര്യമല്ല എന്ന് പറയുന്ന വാചകങ്ങൾ വേറെ കാണാം. വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും പാഠഭേദങ്ങളും ഉണ്ട്. അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു അതൊക്കെ. പക്ഷെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് സതിസമ്പ്രദായം ഉണ്ടായത് തന്നെ പൗരോഹിത്യവും ചില സാമ്പത്തിക താല്പര്യമുള്ളവരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഞാൻ പഠിക്കുന്ന ഹൈന്ദവ മതത്തെ ക്രൈസ്തവ മതത്തൊക്കെ പ്രദാനം ചെയ്യുന്നവരോട് നിങ്ങൾ എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, ഞാൻ കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇവിടെ ആളുകൾ പറയുന്ന കേട്ടും നിങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, സത്സമ്പ്രദായം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചാൽ അവൾ എത്ര യുവതിയാകട്ടെ ഭർത്താവിന്റെ ചിതയിൽ ചാടി, ഗ്രൂപ്പ് കമ്മറൊക്കെ അതിന്റെ ഉദാഹരണമാണ് ഉത്തരേന്ത്യയിലെ. ചിതയിൽ ചാടി മരിക്കണം, അതാണ് കാരണം. എന്താ വെച്ചാൽ ഭർത്താവിന്റെ മരണശേഷം ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യക്ക് അവകാശമുണ്ട് എന്ന നിയമം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അത് അവൾക്ക് കിട്ടരുത്, ആ പെണ്ണിന് കിട്ടരുത്. ഭർത്താവിന്റെ കുടുംബക്കാർ കൂടി ആലോചിച്ചു. ആ പെണ്ണ് ജീവിച്ചിരിക്കുകയാണ്, പക്ഷെ മകൻ മരിച്ചുപോയി, പിന്നെ അവൾ അന്യയാണ്. അതുകൊണ്ട് അവൾക്ക് ആ സ്വത്ത് കിട്ടരുത്. അതിലെന്താ വഴി? അതിന് പൗരോഹിത്യം പറഞ്ഞു കൊടുത്താണ് സതി സമ്പ്രദായം. എങ്ങനെ? ഒരു ദൈവീക വചനം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സൂക്തത്തിന് അവർ അവരുടെ വക ഒരു മാറ്റം വരുത്തി, അക്ഷരത്തിൽ വ്യത്യാസം വരുത്തി. അഗ്നേ അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ, ഭർത്താവ് മരിച്ചാലും നീ ജീവിച്ചുകൊള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ എങ്ങനെ മാറ്റി? അഗ്രേ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി? അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ എന്നാക്കി മാറ്റി. ഒരക്ഷരം മാറിയപ്പം ജീവിക്കാം എന്നത് മരിക്കാം എന്നായി തീർന്നു. അതാ പൗരോഹിത്യം. ആ പൗരോഹിത്യം ഉണ്ടാക്കിയ സതി സമ്പ്രദായത്തെ മതത്തിന്റെ പേരിൽ വിമർശിക്കാൻ പാടില്ല. ആത്യന്തികമായ മതം അതല്ല, മതം അതല്ല. എന്തൊക്കെ അന്ധവിശ്വാസം. നമ്മുടെ നിയമസഭയിൽ 13-ാം നമ്പർ റൂം ഒഴിഞ്ഞു കിടക്കും. ഇപ്പൊ ആരാ കേരളത്തിലെ സർക്കാർ? ആരാ? അവർക്ക് പോലും 13-ാം നമ്പർ റൂമിൽ ഇരിക്കാൻ പറ്റില്ല. അന്ധവിശ്വാസമാണ്. രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്ന അതിന് മുമ്പിൽ മൗനം ആചരിക്കും. ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതെല്ലാം ലോകത്ത് അപങ്കുരം തുടരുന്നു. ഇത് ഇല്ലാതാകാനുള്ള വഴി എന്താ? ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നഗ്നനായ പുരുഷനെ ആരാധിക്കുന്നു, ഡ്രസ്സ് ധരിക്കാത്ത പുരുഷനെ ആരാധിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന മഹാബുദ്ധിജീവിയുടേതാണ്. ഇതൊക്കെ അവിടെ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? കാതൽ ആരാണ് മനുഷ്യൻ? അല്ലാഹു പറയുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ബുദ്ധിയുള്ള ഒരു ജീവവർഗം, ഒരു സൃഷ്ടിവർഗം. ആ സൃഷ്ടി ദൈവത്തിൽ നിന്ന് അനവധി സൃഷ്ടിജാലങ്ങൾക്കിടയിൽ ഒരു സൃഷ്ടി. അവന് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. മൃഗങ്ങൾക്കോ ജന്തുലോകങ്ങൾക്കോ ജീവിത ലക്ഷ്യം എന്നതില്ല. അതിന്റെ ജനിതക കോഡുകളിൽ എഴുതപ്പെട്ടതെന്തോ അതനുസരിച്ച് ആ ജീവവർഗം ഇവിടെ തുടരുന്നു. അതിന്റെ തുടർച്ചകൾ അങ്ങനെയാണ്. നേരെ മറിച്ച് മനുഷ്യനോട് ഖുർആൻ പറയുന്നത് അല്ലദീ, ശ്രദ്ധിക്കണം, ഖുർആനിലെ 67-ാം അധ്യായം 2-ാമത്തെ വാചകം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഖുർആൻ അവിടെ പറയുന്നത് നിന്റെ മരണവും ജീവിതവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നിന്നെ പരീക്ഷിക്കാനാണ്. ഭൂമുഖത്ത് നിന്റെ പരീക്ഷണമാണ്. ഈ ഭൂമുഖത്ത് നിന്റെ ആയുസ് നിന്റെ പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം? ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ. ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് ശൂദ്രൻ, ആരാണ് വൈശ്യൻ എന്ന് പരിശോധിക്കാനല്ല. പാശ്ചാത്യനോ പൗരസ്ത്യനോ അറബിയോ അനറബിയോ ഇതൊന്നും അള്ളാഹു പരിഗണിക്കുന്നില്ല. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സുഹൃതം ചെയ്യാനാണ്. അതാണ് കുട്ടമ്പൂർ പറഞ്ഞത്, ഏത് നന്മ ഏത് തിന്മ, ഏത് സുഹൃതം ഏത് സുഹൃതമല്ല, ഏതാണ് നികൃഷ്ടം ഏതാണ് ഉത്കൃഷ്ടം, അത് ആര് പറയും? അത് വളരെ പ്രധാനമാണ്. ആര് പറയും? ഞാനൊരു കാര്യം പറയുന്നു, സ്വാമി ചിദാനന്ദപുരി അതിനെ ഖണ്ഡിക്കുന്നു, അദ്ദേഹം എന്ന് പറയുന്നു, ഞാനതിനെ ഖണ്ഡിക്കുന്നു.
അതിനപ്പുറത്ത് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ചോദിക്കണം, സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ അതിന്റെ നിലാവലുകൾ പൊഴിക്കുന്നു, ലോകത്തെല്ലാവർക്കും അത് ആവശ്യമാണ്. സൂര്യൻ നമുക്ക് എത്ര ആവശ്യമാണോ, ചന്ദ്രൻ നമുക്ക് എത്ര ആവശ്യമാണോ, നിലാവലകൾ നമുക്ക് എത്ര ആവശ്യമാണോ, വെള്ളം നമുക്ക് എത്ര ആവശ്യമാണോ, അതിനേക്കാൾ ഉപരി മതം ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മതം ആരവതരിപ്പിച്ചു? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇസ്ലാമിക വീക്ഷണത്തിൽ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമല്ല. അല്ല, മതം എന്ന അദ്ദീനുൽ ഖയ്യിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. നേരെ ചൊവ്വായ മതം, ഖണ്ഡിതമാണ്. അത് അഭിപ്രായമുള്ളതല്ല. ഒരാളുടെ അഭിപ്രായം വേറൊരാളെ, അതല്ല മതം. മതം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആ മതത്തെ പറ്റി പറയുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ് അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നിന്റെ മുഖത്തെ ഈശ്വരനിലേക്ക് നീ തിരിച്ചു നിർത്തുക, സർവശക്തനിലേക്ക് നീ തിരിച്ചു നിർത്തുക എന്നത് ഖുർആൻ പറയുന്നത്. അതാണ് മനുഷ്യ പ്രകൃതി. മനുഷ്യന്റെ പ്രകൃതി ഈശ്വരനിലേക്ക് തിരിച്ചു നിർത്താനാണ്. ഇവിടെ ക്രൈസ്തവ മതത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഫാദർ സൂചിപ്പിച്ച വളരെ കാതലായ ഒരു കാര്യം, സർവശക്തനായ റബ്ബിന്റെ സൃഷ്ടിപ്രപഞ്ചമാണിത് എന്ന മനോഹരമായ ഒരു വാചകം. ശരി, ആ സർവശക്തനായ സൃഷ്ടാവിനെ എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ? മതം അതാണ് ലോകത്തോട് പറയുന്നത്. മതം കലാപമല്ല, കാലുഷ്യത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് മതമല്ല. മതം സമാധാനമാണ്, ടോട്ടൽ സമാധാനമാണ്. ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. പലരും എന്ത് ചെയ്യാറുണ്ട്, മുഹമ്മദീയ മതം എന്ന് പറയാൻ ആഗ്രഹിക്കാറുണ്ട്. മുഹമ്മദീയ മതം എന്നൊരു മതമില്ല. മുഹമ്മദ് നബി ഒരു മതം കൊണ്ടുവന്നിട്ടില്ല. ആദം അലൈഹിസ്സലാം മുതൽ, നോഹ പ്രവാചകൻ മുതൽ, അബ്രഹാം പ്രവാചകൻ മുതൽ, മോസസ് പ്രവാചകൻ മുതൽ, ഈസ അലൈഹിസ്സലാം മുതൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ദൈവം അവതരിപ്പിക്കപ്പെട്ട ദിവ്യ വെളിപാടുകളുടെ സമാഹാരം ഉൾക്കൊള്ളുന്ന മതം. ആ മതം പൂർത്തീകരിക്കുക മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ ഇസ്ലാം പൂർണ്ണമാവുകയാണ്, മതം പൂർണ്ണമാവുകയാണ്. ആദമിന്റെ കാലം തൊട്ട് ആരംഭിച്ച മത നിയമങ്ങളെ പ്രവാചകനിലൂടെ സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ആ പ്രവാചകന് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു, എന്തുകൊണ്ടൊരു പ്രവാചകന് ശേഷം വന്നുകൂടാ? ഞാൻ നിങ്ങൾക്കറിയാം, ബിജെപിയുടെ സെൽ കോർഡിനേറ്ററായ ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ, ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നു, ഒരു വേദഗ്രന്ഥം, ഒരു പ്രവാചകൻ എന്ന കൺസെപ്റ്റ് സനാതന ധർമ്മത്തിലില്ല. അനേക പ്രവാചകന്മാർ, അനേക വേദങ്ങൾ എന്നതാണ്. ഞാനതിന് വിശദീകരണമായി പറഞ്ഞിട്ടുള്ള, വളരെ സ്നേഹത്തോടെ ഖണ്ഡിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾ എല്ലാവരും എടുത്തോളൂ, ആ വ്യക്തിയിൽ ലോകത്തിലെ മുഴുവൻ നന്മയുടെ പ്രവാചകന്മാരുടെ വ്യക്തിത്വവും അന്തർലീനമാണ്. ലോകത്ത് എന്തൊക്കെ നന്മ ഒരു ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ നന്മകളെല്ലാം ഒരാളിൽ ചേർന്നിരിക്കുന്നു. ഇനി പുതുതായി ഒന്ന് മറ്റൊരിടത്ത് നിന്ന് പഠിക്കേണ്ടതില്ലാത്ത വിധം, ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിൽ ഒരു വ്യക്തി, ഈ സ്റ്റേജിലിരിക്കുന്ന ഒരു പ്രതിനിധി, അയാൾക്ക് ലോകത്തിലെ ഒരു വ്യക്തി എല്ലാ ക്വാളിറ്റിയും പഠിക്കണം എങ്കിൽ മുഹമ്മദ് നബിയെ മാത്രം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. ലോകത്തിലെ എല്ലാ ക്വാളിറ്റിയും നിങ്ങൾ വെല്ലുവിളികളോടെ ഏറ്റെടുത്തോളൂ. മുഹമ്മദ് എന്ന പ്രവാചകനിൽ നിന്ന് മാനവകുലം ഉൾക്കൊള്ളേണ്ട എല്ലാ ക്വാളിറ്റികളും ലഭിക്കുമോ? ഒരു വേദഗ്രന്ഥത്തിൽ നിന്ന് സകല വേദങ്ങളുടെയും അന്തസാരം ലഭിക്കുമോ? അപ്പൊ നിങ്ങൾക്കൊരു വീടുണ്ടാക്കണം, നിങ്ങൾക്കൊരു വീടുണ്ടാക്കണം. 500 സാധനങ്ങൾ വേണം നിങ്ങൾക്ക്. ഒരു കടയിൽ കയറിയപ്പോ ഒന്നേ ഉള്ളൂ, വേറൊരു കടയിൽ കയറിയപ്പോ ഒന്നേ ഉള്ളൂ. എന്നാൽ ഈ 500 സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന ഒരു കടയുണ്ടെങ്കിലോ? ഈ 500 സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെങ്കിലോ? 1000 വേദങ്ങൾ തിരകിയാലേ ഒരാൾക്ക് പൂർണ്ണമായ സന്ദേശങ്ങൾ ലഭിക്കുള്ളൂ. 1000 വേദം തിരഞ്ഞെടുക്കാൻ പറ്റും മനുഷ്യർക്ക്? അവിടെ ഒരു വേദത്തിലൂടെ 1000 വേദങ്ങളിലെ വിജ്ഞാനങ്ങളെ സന്നിവേശിപ്പിച്ചൊരു ഗ്രന്ഥം. 1000 വ്യക്തികളെ പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് എല്ലാം പഠിക്കാം. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഒരുപാട് പ്രവാചകന്മാർ വന്നു, അതിലൊടുവിലത്തെ ആളാണ് മുഹമ്മദ് നബി.
ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിലൊടുവിലത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് പൂർവകാല വേദങ്ങളിലെ ദൈവികം എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അത് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഈസാ അലൈഹിസ്സലാമിന് ദൈവം അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഇഞ്ചിയിൽ, ആ ഇഞ്ചിയിൽ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അത് ഖുർആനിലാണുള്ളത്. ബൈബിൾ, അതായത് നമ്മളെ പുതിയ നിയമം പഴയ നിയമം എന്ന് പറയുന്ന ഈ രണ്ട് നിയമ സംഹിതകളും ഒറിജിനാലിറ്റിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആനിൽ. പൂർവവേദങ്ങളുടെ ശരിക്കുള്ള സാരാംശങ്ങളെല്ലാം ആ ഖുർആനിൽ ഉണ്ട്. അത് അവകാശവാദമല്ലാതെ പഠിക്കാൻ സന്നദ്ധമാണോ? ആണോ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ വിശുദ്ധ ഖുർആനിൽ ഒരു വചനം പറയാം. മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിച്ച്, ഖുർആനിൽ മാത്രം വിശ്വസിച്ച്, മറ്റെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് മറ്റെല്ലാത്തിനെയും നിഷേധിച്ച് നിഷേധഭാവം കൊണ്ട് തീവ്രവാദികളായി ചെയ്യുന്ന ഒരു പ്രവണത ഇസ്ലാമില്ല. ഞാൻ നിങ്ങളോട് ഇവിടെ ഫാദർ എന്തോ തിരക്കായിട്ട് പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിമർശിക്കപ്പെട്ട പ്രവാചകനാണ്. ഈ ലോകത്ത് ഏറ്റവും വിമർശിക്കപ്പെട്ട പ്രവാചകനാണ്. ക്രൈസ്തവ ലോകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പല വിധത്തിൽ വളരെ മോശക്കാരനായി ചിത്രീകരിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലെ മർക്കസുൽ ബിശാറയിൽ നിന്ന് മുഹമ്മദ് നബി കണ്ണുകുടിച്ച് ബോധം കെട്ട് ചാണകക്കുണയിൽ മറിഞ്ഞു വീണ് മരിച്ചു. നാളുമില്ല. ഞാൻ നിങ്ങളോട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മുഹമ്മദ് നബിയെ ജൂതന്മാരെ ക്രിസ്ത്യാനികൾ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നെറ്റിൽ ചർച്ച ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ഈസാ നബിയെ, യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ വിമർശിക്കുന്ന ഒരു തുണ്ട് പേജ് ലോകത്തില്ല. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചോ? ക്രൈസ്തവ സമൂഹം ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ ഇകയറ്റുന്ന, മോശമാക്കുന്ന ഒരു ചെറിയ കഷ്ണം തുണ്ട് പേപ്പർ പോലും ലോകത്ത് മുസ്ലിങ്ങളാൽ രചിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയർ പറയാം. ഇവിടെ ഒരു വേറെ ഒരു മൈക്കും സ്റ്റാൻഡും ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു ക്രിസ്തീയ പണ്ഡിതൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം മുഹമ്മദ് നബിയെ ഒരുപാട് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കുക. അയാൾ എത്ര കുറ്റം പറഞ്ഞാൽ ഈ സദസ്സിൽ ഒരു മുസ്ലിം എഴുന്നേറ്റ് ഈസാ നബി മോശമാണ് എന്ന് മുസ്ലിങ്ങൾ പറയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സഹിഷ്ണുത അതാണ്. എന്തുകൊണ്ട് പറയില്ല? എന്തുകൊണ്ട് പറയില്ല? ഇപ്പൊ മറിയം ബീവി, പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച് മോശം പറഞ്ഞ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ മറിയമിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത ലോകത്ത് ക്രിസ്ത്യാനികൾക്കല്ല, മുസ്ലിങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയായത്? ഖുർആനിൽ 34 സ്ഥലത്ത് മറിയം ബീവിയുടെ പേര് പറയും. ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് മറിയം എന്നാകുന്നു. ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഖുർആനിലെ 3-ാം അധ്യായം 42-ാമത്തെ വചനം. ലോക സ്ത്രീകളിലെ ഏറ്റവും ഉന്നതയായ സ്ത്രീ എന്നാണ് മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 66-ാം അധ്യായം 12-ാമത്തെ വചനത്തിലും ഗുഹ്യസ്ഥാനത്തെ കാത്തു സൂക്ഷിച്ച പരിശുദ്ധയായ മറിയം എന്നാ പറഞ്ഞേ. മറിയം അലൈഹി, അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ നോക്കൂ, മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്താ പറയുന്നേ? ദുഷ്ടനാ പറയുന്നേ? ശാപം ഉണ്ടാകട്ടെ എന്നാ പറയുന്നത്? അല്ല, അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാട്ടെ എന്ന് പറയോ? ഒരിക്കലും പറയില്ല. അതാണ് ഇസ്ലാം. ആ മതമാണ് ലോകത്ത് ദൈവം അവതരിപ്പിച്ച മതം. അതിനൊരു കാരണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ 2 വചനങ്ങളിൽ നിന്ന്, ഇത് ഖുർആൻ മനോഹരമായി വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ഖുർആനിലെ 3-ാം അധ്യായം, വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്നത് ഗൗരവമായ പഠനങ്ങൾക്ക് വരണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ. സൂറത്ത് ആൽ ഇംറാനിലെ 83-ാമത്തെ വചനം മുതൽ നിങ്ങളൊന്ന് നോക്കൂ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വഖറഅൻ വഇലൈഹി യുർജഊൻ. അപ്പോൾ അല്ലാഹുവിന്റെ മതമല്ലാത്ത മറ്റു വല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത്? അള്ളാന്റെ മതമല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മതം അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നല്ലൊരു ചോദ്യം. എന്നത് പറയുന്നത് വാസ്തവത്തിൽ ആകാശവും ഭൂമിയും അവയിലുള്ളതെല്ലാം അനുസരണയോടെയോ നിർബന്ധിതമായോ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അവനിലേക്ക് തന്നെയാണ് അവർക്ക് മടക്കപ്പെടുന്നത്. അപ്പൊ സൂര്യൻ ദൈവത്തിന് കീഴൊതുങ്ങി, ചന്ദ്രൻ ദൈവത്തിന് കീഴൊതുങ്ങി. എന്താ മനുഷ്യനും അപ്പൊ സൂര്യൻ കീഴൊതുങ്ങിയതിനെയാണ് മതം എന്ന് പറയുന്നത്. സൂര്യന്റെ മതം ഇസ്ലാമാണ്, ചന്ദ്രന്റെ മതം ഇസ്ലാമാണ്, ഇവിടെയുള്ള വൃക്ഷങ്ങളുടെ മതം ഇസ്ലാമാണ്. ലോകത്തെ പ്രകൃതിയിലെ മറ്റു പ്രതിഭാസങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന മതം ഈശ്വരന്റെ മതമാണ്.
അവയെ ആരും അത് ലംഘിക്കുന്നില്ല. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് സൂര്യൻ നശിച്ചു പോകുന്ന, ചന്ദ്രൻ നശിച്ചു പോകുമെന്നാണ്. സൂര്യനും ചന്ദ്രനും ഒന്ന് ചേരും. സൂറത്ത് ഖിയാമ. സൂര്യനും ചന്ദ്രനും പ്രകാശം കെട്ടടങ്ങും, നശിച്ചു പോകും. സിംഗുലാരിറ്റിയും തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക് പോകും. വൈചിത്ര ബിന്ദുവിൽ നിന്ന് വൈചിത്ര ബിന്ദുവിലേക്ക്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അവിടെ പറയുന്നത് ആദ്യത്തിൽ നിന്ന് ഏതൊന്നിലാണോ തുടങ്ങിയത് അവിടേക്ക് അവിടേക്ക് തന്നെയാണ് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം അള്ളാഹുവിനെ ആരാധിക്കുന്നു. ആ അള്ളാഹുവിനെ മനുഷ്യരെ നിങ്ങളും ആരാധിക്കും. അപ്പൊ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ഒറ്റ ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യൻ അനേക ദൈവങ്ങളെ ആരാധിച്ച് ഭിന്നത ഉണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, കലാപമുണ്ടാക്കി, ഏകത്വത്തിൽ നിന്ന് ബഹുത്വത്തിലേക്ക് സഞ്ചരിച്ച് എന്റെ ദൈവം, നിന്റെ ദൈവം, അവന്റെ ദൈവം, അവളുടെ ദൈവം, ഇവളുടെ ദൈവം എന്ന് പറഞ്ഞ് കലാപക്കൊടി ഏന്തി നശിച്ചുപോയി. ഞാൻ ലളിതമായി പറയുന്നു, ഇത് മനസ്സിലാകണം. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ സംവാദമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആത്യന്തികമായ സ്നേഹം അപകടങ്ങളിൽ നിന്ന് മാനവതയെ രക്ഷപ്പെടുത്തലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവോ ആരാധനയോ ലോകത്തില്ല. 5000 വർഷത്തിന്റെ സനാതന ധർമ്മം, പഴക്കമുള്ള സനാതന ധർമ്മം. 5000 വർഷത്തിന് മുമ്പ് മനുഷ്യരില്ലേ? ഉണ്ട്. ആദ്യത്തെ മനുഷ്യൻ ഏത് മതവിശ്വാസിയായിരുന്നു? ഖുർആൻ സെമിറ്റിക് മതങ്ങളോ പോലെ ആദം, ഹവ്വ. അവരാരാധിച്ചത് ആരെയാ? അവരാരാധിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ. ആ പ്രവാചകന്മാരെല്ലാം ക്ഷണിച്ചത് ആ പ്രപഞ്ചത്തിന്റെ നാഥനെ. യേശുക്രിസ്തുവിന്റെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വരുന്ന സമയം ബൈബിൾ പറയും, വിവിധ സുവിശേഷങ്ങളിൽ പറയുന്നു അല്ലെ? ആ സുവിശേഷങ്ങളിൽ പറയുന്നത് ഒരു കല്ലേറ് വഴിപാടകലെ മുട്ടുകുത്തി അദ്ദേഹം വീണു എന്ന് പറയുന്നു. കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്നുയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുക. എത്ര വ്യക്തമാണ്! യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കരളുരുകി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഒരു സുവിശേഷത്തിലെ പ്രയോഗം. കരളുരുകി പ്രാർത്ഥിക്കുന്നു. ആരോട്? യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചേ? അല്ല, യേശുക്രിസ്തു സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 പറയുന്നത്, കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന്, അടുത്ത വാചകമാണ്, അന്ന് ആ ന്യായവിധി നാളിൽ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും കാണിച്ചുവല്ലോ, പ്രേത ഭൂത പിശാചുക്കളെ ഞങ്ങൾ പുറത്തു കളഞ്ഞുവല്ലോ എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ അവരോട് പറയും, ദുഷ്ടജനങ്ങളെ, അതിക്രമകാരികളെ, മാറിപ്പോ. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം കാണിക്കുന്നവരെ യേശുക്രിസ്തു തള്ളിക്കളയുമെന്ന ബൈബിളിലുള്ളത്, സ്വീകരിക്കുമെന്നല്ല. വിശുദ്ധ ഖുർആൻ അത് പറയുന്നു. 5-ാം അധ്യായം 116, 117 ആ യാഥാർത്ഥ്യം പറയുന്നു. അപ്പൊ നാം ആരെ ആരാധിക്കണം? ഞാൻ ലളിതമായി പറയാം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സൃഷ്ടിപൂജ ലോകത്തുണ്ടാക്കിയ അപകടം. പശുവിനെ ആരാധിക്കണം എന്നുള്ള വിഷയം ഉണ്ടായത് കൊണ്ടാണ് അഖ്ലാഖിനെ കൊല്ലേണ്ടി വന്നത്. നോക്കൂ, ഏതൊരു ജീവിയെയും എലിയെ ആരാധിക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. സൃഷ്ടികളെ ആരാധിക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. സൃഷ്ടാവിനെ ആരാധിക്കുന്നിടത്ത് ഈ പ്രശ്നമില്ല. മുസ്ലിങ്ങളുടെ പ്രത്യേകത അതാണ്, പന്നി മാംസം മുസ്ലിങ്ങൾക്ക് ഹറാമാണ്. മുസ്ലിങ്ങൾക്ക് പന്നി മാംസം ഹറാമായത് പന്നി പരിശുദ്ധമായത് കൊണ്ടല്ല, മ്ലേച്ഛമായത് കൊണ്ടാണ്. പോയിന്റ് നന്നായി മനസ്സിലാക്കണം. പന്നിയുടെ മാംസം മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ലാത്ത പോലെ. അല്ലാതെ പന്നി പരിശുദ്ധമായതുകൊണ്ടല്ല, പന്നി ആരാധന കഥാപാത്രമായതുകൊണ്ടല്ല. ലോകത്തിലെ അറബ് രാജ്യങ്ങളിലെ ബ്രിട്ടീഷ് മാർക്കറ്റുകളിൽ പന്നി ഇറച്ചി വിൽക്കുന്നുണ്ട്. അടിവരട്ട് കൊള്ളണം, പന്നി ഇറച്ചി വിൽക്കുന്നുണ്ട്. പക്ഷേ ആ പന്നി ഇറച്ചി വാങ്ങുന്ന ഒരു ക്രിസ്ത്യാനിയെയും കുവൈത്തിലെ ഒരു മുസ്ലിമും ആക്രമിച്ചിട്ടില്ല, ബഹ്റൈനിലെ ഒരു മുസ്ലിമും ആക്രമിച്ചിട്ടില്ല, ഖത്തറിലെ ഒരു മുസ്ലിമും ആക്രമിച്ചിട്ടില്ല. മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യത്ത് ഹറാമായ പന്നിയിറച്ചി തിന്നുന്ന ക്രിസ്ത്യാനിയെ മുസ്ലിങ്ങൾക്ക് ഹറാമായ പന്നിയിറച്ചി മുസ്ലിം രാജ്യത്ത് തിന്നുന്നോടാ എന്ന് ചോദിച്ച് തല്ലിയിട്ടില്ല. കാരണം പന്നിക്കുള്ള സ്ഥാനമല്ല മനുഷ്യന്. മനുഷ്യനേക്കാൾ സ്ഥാനം പന്നിക്ക് വന്നാൽ അപകടമാണ്. അതുപോലെ പശുവിന് മനുഷ്യനേക്കാൾ സ്ഥാനം വന്നാൽ അപകടമാണ്. ആ അപകടമാണ് അഖ്ലാഖിന്റെ കാര്യത്തിൽ വന്നത്. 2 കഷ്ണം പശു ഇറച്ചിക്ക് പകരം 70 കിലോ മനുഷ്യയിറച്ചി വെട്ടി നുറുക്കി ചാമ്പലാക്കുന്നു.
അപ്പൊ മനുഷ്യന്റെ ഇറച്ചിക്ക് മൂല്യമില്ല, മനുഷ്യന് മൂല്യമില്ല. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ. വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനിയുടെ വചനം. നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. ദുൽഹജ്ജ് 9 എന്ന പരിശുദ്ധത പോലെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യുന്ന ഹജ്ജ് മാസത്തിന്റെ പരിശുദ്ധത പോലെ, ഈ പവിത്രമായ നാട് പോലെ, അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ രക്തം. അന്യായമായ ഒരാളെ കൊല്ലരുത്. അതുകൊണ്ട് ഇസ്ലാമിക ലോകം നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ ഒരാളെയും, ഒരു ഹൈന്ദവൻ പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ അവരെ മേലെ ചെന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. ഏത് ഒരു ഹിന്ദു പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞ് അവനെയും പശുവിനെയും മുസ്ലിങ്ങൾ ചുട്ടുകൊന്നുന്നുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു വാർത്ത ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആരെയും ആരാധിക്കാം, അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ പറയരുത് ഞങ്ങൾ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കണമെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു മക്കാവാസികൾ ഞങ്ങളുടെ ബിംബത്തെ കാണുമ്പോ ഒന്ന് കൈബന്ധിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ അതിന് തയ്യാറായി. പ്രവാചകൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കില്ല. അതുകൊണ്ട് നമുക്കൊരു കോംപ്രമൈസിലെത്താം. മതലേലമല്ല, മാനവിക സൗഹാർദ്ദത്തിൽ നമുക്ക് എത്താം. ശ്രദ്ധിക്കണം, മതലേലമല്ല, മതസൗഹാർദ്ദം ഇന്നത്തെ ഇന്ത്യയിൽ മതലേലമാണ്. മതലേലം അപകടമാണ്, മാനവിക സൗഹാർദ്ദം ആവശ്യമുള്ളതാണ്. മനസ്സിലായില്ല? നല്ലവണ്ണം ഞാനത് വിശദീകരിക്കാം. മുഹമ്മദ് നബി പറഞ്ഞത്, നിങ്ങളുടെ ആരാധ്യനെ ഒരു നിലക്കും വണങ്ങുന്ന വിഷയം എന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. ഞാനാകട്ടെ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന നിർബന്ധ സ്വരം ഒരിക്കലും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പ്രവാചകന്റെ വചനം എന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, എന്റെ മതത്തെ എനിക്കനുസരിച്ച് ജീവിക്കാം. രണ്ടു കൂട്ടരും മതങ്ങളെ അടിച്ചേൽപ്പിക്കരുത്. പറയാം ആദർശം ഇന്നതാണ്, ആശയം ഇന്നതാണെന്ന് പറയാം, പക്ഷെ അടിച്ചേൽപ്പിക്കലുകളുടെ ധ്വനി ഉണ്ടാകരുത്. ഫ്രിഡ്ജ് തുറന്ന് ഇവിടെ ഏതൊക്കെ ഇറച്ചിയുണ്ട് എന്ന് നോക്കി മനുഷ്യരെ കൊല്ലാൻ പറ്റില്ല. ഒരാൾക്ക് ചിലപ്പോ നല്ല ഭയങ്കര രസമുള്ള കാര്യമുണ്ട്. ദുബായിലെ എയർപോർട്ടിൽ ഒരു തായ്ലാന്റുകാരൻ വന്നു. അവൻ ലഗേജ് ഇങ്ങനെ ഇളകി കളിച്ചപ്പോ പോലീസുകാരെ ആ ലഗേജ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഒരു 5-6 കിലോ തൂക്കമുള്ള പാമ്പാണ്. ദുബായ് എയർപോർട്ടിൽ ആകെ ബേജാറായിപ്പോയി. അതോ ചോദിച്ചു, എന്താ ഇത് എന്റെ ഫുഡ്, എന്റെ ഭക്ഷണ, നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ കൊണ്ടുവന്നതാണ്. അയാളുടെ നാട്ടിലൊരു ഭക്ഷണം, അത് എലീനെ തിന്നുന്നവരുണ്ട്, നായയെ തിന്നുന്നവരുണ്ട്, പാമ്പിനെ തിന്നു. ചൈനയിലൊക്കെ ചെന്നാൽ ചില്ലിന്റെ കുട്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇപ്പൊ പാമ്പിനെ വേണം. ഇന്ത്യയിലുള്ള ഒരാൾ ചെന്നിട്ട് ഞാൻ പാമ്പിനെ ആരാധിക്കുന്നവനാണ്, ഇവരൊക്കെ പാമ്പിനെ കൊല്ലുന്നവരാണ്, അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് കൊല്ലാനേ നേരമുണ്ടാവും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇസ്ലാം ലോകത്തിന്റെ നാഥനെ ആരാധിക്കുന്നു. ഭൂമിയിലുള്ളവരെ പരസ്പരം ആരാധിക്കും, പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ഈ പള്ളി കയറി നിസ്കരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ പള്ളിയിൽ ഉള്ളിൽ കൊണ്ടുപോയിരുന്ന് കാണിച്ചു കൊടുക്കണം. എന്തിനറിയോ? അവിടെ ഇങ്ങനെ എഴുതി വെച്ച ഒരു വാചകമുണ്ട്, ഖുർആനിലെ ഒരു സൂക്തം. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ, മസ്ജിദുകൾ ദൈവത്തിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. ആ മസ്ജിദിൽ വെച്ച് ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത്. അടിവരല്ലേ, ഇവിടെ പള്ളിയിൽ എഴുതി വെച്ച വാചകം എന്താണ്? എന്താ വാചകം? ഈ മസ്ജിദ്, ഈ ആരാധനാലയം ദൈവത്തെ ആരാധിക്കാനുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ്, പ്രൊഫറ്റ് മുഹമ്മദിനെ ആരാധിക്കാനുള്ളതല്ല. ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക. ആ അവനെയല്ലാതെ വേറൊരാളെയും ആരാധിച്ചുകൂടാ. മസ്ജിദുൽ നബവിയിൽ ഈ സൂക്തം പഠിപ്പിച്ച പ്രവാചകനാണ് ഇമാമ് നിൽക്കുന്നത്. ആ ഇമാമെന്ന് പ്രവാചകൻ വിളിക്കുന്നത് ആരെയാ? ആരാധിക്കുന്നത് ആരെയാ? സർവശക്തനായ അള്ളാഹുവിനെ. അദ്ദേഹം കൈനീട്ടി കരയുന്നതാരോടാ? സർവശക്തനായ ദൈവത്തോട്. അവിടെ ഒരു പോയിന്റ് പ്രത്യേകം ഓർക്കണം. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. അവിടെ വെച്ച് അവനെയല്ലാതെ, സൃഷ്ടാവിനെയല്ലാതെ സൃഷ്ടികളിൽ ഒന്നിനെയും ആരാധിക്കരുത്. ഇനി എന്റെ കൂടെ വന്നോ, ഇനി എന്റെ കൂടെ ഒന്ന് വന്നോളൂ. മനസ്സുകൊണ്ട് ഒരമ്പലത്തിന്റെ പടിവാതിൽക്കൽ ഇങ്ങനെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ടോ? അമ്പലം സാക്ഷാൽ പ്രപഞ്ചനാഥന്റെതാണ്,
അവിടെ വെച്ച് നിങ്ങൾ ഒന്നിനെയും ആരാധിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഫ്രണ്ടിൽ ഈ ആരാധനാലയം പ്രപഞ്ചനാഥന്റേതാണ്, അവിടെ വെച്ച് സൃഷ്ടികളെ ആരാധിച്ചുകൂടാ എന്നൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ, ലോകത്തേതെങ്കിലും ഒരു ഹൈന്ദവ ദേവാലയത്തിൽ എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? അതാ വ്യത്യാസം. ഒന്ന് സൃഷ്ടിപൂജയുടെ കേന്ദ്രമാണ്, ഒന്ന് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന കേന്ദ്രമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. സ്നേഹമുണ്ടോ അവരോട്? ഉണ്ടെങ്കിൽ ശരിക്കും അവരെ പഠിപ്പിച്ചു കൊടുക്കുക. എന്ത്? നമ്മൾ പള്ളിയിൽ പോയല്ലോ. ഇപ്പോ പള്ളിയിൽ പോയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻ കൈസറോട് നിങ്ങൾ ചോദിക്കണം, മുസ്ലിങ്ങളോട്, എടോ ബഷീർ നീ എന്താ അവിടെ പറയും, നാസർ നീ എന്താ അവിടെ പറയും, അബ്ദുൽ ഖാദർ നീ എന്താ അവിടെ പറയും, നീ ആരെ അവിടെ ആരാധിക്കുന്നത്? ആരെ പോയിട്ട് നീ അവിടെ ആരാധിക്കുന്നത്? അവിടെ രൂപമുണ്ടോ? അവിടെ രൂപമുണ്ടോ? അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഏകദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് കഅബത്തിൽ ഒരു കല്ല് ആരാധിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് ശരിയാണോ? ഞങ്ങളോട് ചോദിച്ചു, നീ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ പറയുന്നത് തന്നെ എന്താണ്? മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറയുന്നല്ലോ. ഈ കഅബത്തിന്റെ നാഥനെ ആരാധിക്കുക, കഅബത്തെ ആരാധിക്കാനല്ല, കഅബത്തിലെ ഒരു കല്ലിനെ ആരാധിക്കാനല്ല, ഈ കഅബത്തെ ആരാധിച്ചുകൂടാ, കഅബത്തിന്റെ നാഥനെ. പിന്നെന്തോ കഅബത്തിൽ ഒരു കല്ലിനെ ആരാധിക്കുക? ഖുർആന്റെ പ്രയോഗം ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ നാഥനെയാണ് ആരാധിക്കുക. ഈ ബൈത്തിനെ അല്ല ആരാധിക്കേണ്ടത്, ഈ ബൈത്തിലെ കല്ലിനെ അല്ല ആരാധിക്കേണ്ടത്. ഈ ബൈത്തിനൊരു നാഥനുണ്ട്, അവൻ റബ്ബുൽ ആലമീനാണ്, അവനെയാണ് ആരാധിക്കേണ്ടത്. എത്ര കൃത്യതയുള്ള ഒരു ആരാധന! തീർന്നില്ല. ഒന്നുകൂടെ പറയണം, പള്ളിയിൽ പോയിട്ട് എന്താ പറയുന്നത്? എന്താ പള്ളിയിൽ കയറിയിട്ട് മുസ്ലിം നെഞ്ചത്ത് കൈവച്ച് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. എന്താ പറയാറ്? എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. എങ്ങോട്ട്? ആകാശഭൂമികളുടെ നാഥനിലേക്ക്. ഞാൻ ആരുടെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനിലേക്ക്. എന്നിട്ടോ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാത്തി, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ 14 ലോകങ്ങളെയും പടച്ച എവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ദൈവം ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ചോദിച്ചു നോക്കൂ. ഞാന് പല സന്യാസി മഠങ്ങളിലും ശ്രീനാരായണ ഗുരു മഠങ്ങളിലും അമ്പലങ്ങളുടെ ആൽത്തറകളുടെ സമീപത്തും പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ സ്വാമിജിമാരൊക്കെ പറയും, ഒറ്റ ദൈവമേ ഉള്ളൂ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ ഒറ്റ ദൈവമേ ഉള്ളൂ. എല്ലാരും ശ്രദ്ധിക്കുക, അവിടെ ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ആ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ശരിക്കും അമ്പലത്തിലേക്ക് പോകുന്ന ഒരാള് ആ അമ്പലത്തിൽ ആരാധിക്കുന്ന ഈശ്വരനെയാ? അല്ല, അവന്റെ ഇഷ്ടദേവനെ, അവന്റെ ഇഷ്ടദേവിയെ, സത്യല്ലേ, പിശാരിക്കാവിലമ്മയെ, വേളാങ്കണ്ണി മാതാവിനെ, ഉള്ളാളന്തങ്ങളെ, ഭീമാ ഉമ്മിച്ചയെ, സത്യല്ലേ, മുനമ്പച്ച് ബീവിയെ, ചെരുവത്ത് ദേവിയെ ആരാധിക്കുന്നു. സൃഷ്ടാവിനെ ആരാധിക്കുന്നുണ്ടോ? സൂര്യനെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുന്നുണ്ടോ? ചന്ദ്രനെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി വായുന്ന സാക്ഷാൽ പ്രപഞ്ചനാഥനെ ആരാധിക്കുന്നുണ്ടോ? അത് ഗൗരവമായ പഠനമാണ്. ആ ഗൗരവമായ പഠനമാണ് മതം മനുഷ്യനെ നൽകുന്നത്. മനുഷ്യനോട് മതം പറയുന്ന കാതൽ അതാണ്. ആ കാതലാണ് എല്ലാ വേദത്തിലും ഉള്ളത്. ഒന്നുകൂടെ ചിന്തിക്കാം. പുട്ടപ്പുറത്തിയിൽ സായിബാബ മരിച്ചു. ഞാനൊരു അക്ഷരം കൊണ്ട് മികയത്തുന്നില്ല. പുട്ടപ്പുറത്തിയിൽ സായിബാബ മരിച്ചു. പല സംഭവ വികാസങ്ങളും പിന്നീടുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അന്ന് ചില കാര്യങ്ങളുണ്ടായി, എല്ലാവരും കേൾക്കേണ്ട കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാദിക്കുന്നു. ന്യായമായ വാദങ്ങൾ, അദ്ദേഹത്തിന്റെ ന്യായമായി തോന്നിയ വാദം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിക വചനം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി കൊടുക്കുന്നു. എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു? എന്ത് മനസ്സിലായി? ആരെങ്കിലും ശ്രദ്ധിക്കണം, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല, അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, അതാണ് ഇസ്ലാമിന്റെ തത്വം. ഹയ്യുൽ ലാ യമൂത്ത്, ആ സർവശക്തന് മരണമില്ല.
അള്ളാഹുവിന് മരണമില്ല. ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ന് നമ്മുടെ റൂമിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോ, മുസ്ലിങ്ങളുടെ വാട്സപ്പിൽ അള്ളാഹു മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടാവില്ല. നഊദുബില്ല. ഇവിടെ പല ആളുകളും മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്ന പലരും അവർക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്നവർ ഞങ്ങളെക്കാൾ മുമ്പ് മരിച്ചു പോകുമോ? സത്യമല്ലേ? നമ്മൾ ആരാധിക്കുന്ന ആരാധന നമ്മൾക്ക് മുമ്പ് മരിച്ചു പോവുക അതൊരിക്കലും വരരുത് എന്ന് മതം പറയുന്നു. സൂര്യനെ തന്ന, ചന്ദ്രനെ തന്ന സാക്ഷാൽ പടച്ചോ മതം അവതരിപ്പിച്ചു. അവൻ പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ എന്നെ ആരാധിക്കുന്നു. നേരത്തെ ഇവിടെ ഏകം സദ്ബഹുദാവിപ്രവദന്തി യോ ദേവ നാം നാമധായ ദേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ച് പറയുന്നു. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ലോകത്തെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. മനുഷ്യരൊക്കെ ഏക സമുദായമാണ്. ആ ഏക സമുദായത്തിന്റെ നാഥൻ അള്ളാഹുവാണ്. ഇതാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹു ലോകത്തിന്റെ നാഥനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കും, ഞാൻ പറഞ്ഞു പുട്ടപ്പുറത്തിയിൽ സായിബ മരിച്ചപ്പോ ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറഞ്ഞോ? ആരെങ്കിലും സായിബാബയാണ് ആരാധിക്കുന്നതെങ്കിൽ സായിബാബ മരിച്ചിരിക്കുന്നു പറയാൻ കഴിയില്ല. കാരണം സായിബാബയാണ് ആരാധിക്കുന്നത്. ലോകത്തിന്റെ നാഥനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് മരണമില്ല. സായിബാബക്ക് മരണമുണ്ട് എന്നൊരാൾക്ക് പറയാൻ പറ്റിയോ? പക്ഷേ മുഹമ്മദ് നബി വാർത്ത ജനതയ്ക്ക് അത് പറയാൻ പറ്റി. മുഹമ്മദ് നബി ഒരിക്കലും അവരെ ഞാൻ ദൈവം പഠിപ്പിച്ചില്ല, എന്നിൽ ദിവ്യത്വമുണ്ടെന്ന് പഠിപ്പിച്ചില്ല. മാത്രമല്ല ഖുർആൻ അദ്ദേഹത്തെ 3 സ്ഥലത്ത് അടിമ എന്നാ വിളിക്കുന്നത്. ഖുർആനിലെ 2-ാം അധ്യായം 23. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആനിലെ 18-ാം അധ്യായം 1-ാമത്തെ വചനം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഖുർആനിലെ 17-ാം അധ്യായം 1-ാമത്തെ വചനം. അവിടെ മുഹമ്മദ് നബി പ്രവാചകനാണ്, ദൈവമല്ല, ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ല, ആദരിക്കപ്പെടേണ്ട വ്യക്തി, പക്ഷെ ആരാധിക്കപ്പെടേണ്ടവനല്ല. പ്രവാചക തിരുമേനി സദസ്സിലേക്ക് കടന്നു വന്നു. അവരൊക്കെ വല്ലാത്ത ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു. പ്രവാചകൻ പറഞ്ഞു, സിഡൗൺ ലാ തുത്റൂനി കമാ അത്റത്തുൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസയെ ക്രൈസ്തവർ ആദരിച്ചാരാധിച്ച പോലെ നിങ്ങൾ എന്നെ ആദരിക്കരുത്. ഈ ആദരവ് അപകടത്തിന്റെ ആദരവാണ്. അത് നിങ്ങളിൽ വരരുത്. പടച്ചതമ്പുരാനോടുള്ള ആരാധനയുടെ ഏകത്വം, അതിലപ്പുറത്തൊന്നും നിങ്ങൾക്ക് വരരുത് എന്ന് പഠിപ്പിക്കാൻ ഇസ്ലാം. അതാണ് കണിശമായ മതദർശനത്തിന്റെ കാതൽ. മുസ്ലിംകളുടെ പ്രത്യേകതയും അതാണ്. ലോകത്തെ ഏത് ചൂഷണം നാട്ടിലുണ്ടോ അതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ പേരിൽ വന്നതാണ്, അല്ലേ? അവിടെ ഒരു ജിന്നുമ്മയുണ്ട്, അവിടെ ഒരു ജിന്ന് ബീവിയുണ്ട്, അവർക്ക് എന്നെ മാറ്റാൻ കഴിയും, ചികിത്സിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അവിടെ ചെല്ലുന്നു, എന്നിട്ട് അവിടെ ചികിത്സ നടത്തുന്നു. അവർക്ക് എന്റെ രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ ശിർക്കിന്റെ വിശ്വാസങ്ങൾ ഇവരെ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, ശിർക്കിന്റെ അംശങ്ങളുള്ളതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ലോകത്ത് നടക്കുന്ന ഗൂഢോത്തരങ്ങൾ, മന്ത്രങ്ങൾ, അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ ലോകത്ത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. അല്ലാത്തത് മുഴുവനും അന്ധവിശ്വാസമാണ്. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു നൂറ്റാണ്ടുകാലം നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ സമ്മേളനമാണിത്. ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിൽ ജീവിച്ചു. ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ മുജാഹിദുകളിൽ ഒരാളും മരിച്ചിട്ടില്ല. ഒരാളും ഒരു മുജാഹിദ് പെണ്ണും അന്ധവിശ്വാസത്തിന്റെ പേരിൽ മരിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല. ഒരു മുജാഹിദ് മന്ത്രവാദിയുടെ കീഴിലും അത്തരമൊരു ചികിത്സയും നടക്കുന്നില്ല. ആയതിനാൽ അവിടെയൊക്കെ അന്ധവിശ്വാസങ്ങളെ ചെറുക്കുന്നു നമ്മൾ. എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളെയും, ഒരു റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിനെ പോലും, നബിദിനത്തിന്റെ പേരിൽ നടക്കുന്ന റാലികൾ പോലും, കാരണം അതൊക്കെ മതം നിഷിദ്ധമാക്കിയതാണ്, മതം പഠിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് യഥാർത്ഥ മതം ദൈവം അവതരിപ്പിച്ചതാണ്. ആ മതത്തിലേക്ക് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം ഒന്നുകൂടെ കേട്ടോളൂ. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ് വയാഖൂബ് والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. ഈ ഖുർആനിക വചനത്തിൽ എല്ലാം ഉണ്ട്. ഈ ഖുർആനിക വചനം എന്താ പറയുന്നത്? പറയുക പ്രവാചക, അള്ളാഹുവിലും തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാഖൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വമാ ഊതിയ മൂസ വഈസ,
മൂസ, ഈസ അലൈഹിമുസ്സലാം ആ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മുസ്ലിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭിന്നത കൽപ്പിക്കാതെ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ട്, ഒടുവിലത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് ഇസ്ലാം. പല്ല് തേക്കണമെന്ന്, പല്ല് തേക്കണമെന്ന്, കുളിക്കണമെന്ന്, ചേലാകരണം ചെയ്യണമെന്ന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ പഠിപ്പിക്കപ്പെടുന്നു. A to Z പഠിപ്പിക്കപ്പെടുന്നു. ഒരു ചെരുപ്പ് എങ്ങനെ ധരിക്കണം, ടോയ്ലറ്റിൽ എങ്ങനെ കയറണം, ഒരു പുരുഷന്റെ മീശയ്ക്ക് എത്ര കട്ടിയാവാം, താടി നീട്ടേണ്ടതുണ്ടോ, എല്ലാ വിഷയങ്ങളും. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാമോ, വലത് കൈ കൊണ്ടാണോ കുടിക്കേണ്ടത്, എല്ലാം. നഖം കട്ട് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ തുടങ്ങി മൂക്കിലുള്ള അഴുക്ക് വെള്ളം കേട്ടിച്ച് കഴുകേണ്ടതുണ്ടോ, തുടങ്ങി A to Z. നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ജീവിതം, നല്ല ചിന്ത, ഇതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നുകൂടെ ചിന്തിക്കാൻ നമുക്ക്. ചാനലിലൊക്കെ വരുന്ന യുക്തിവാദികളുടെ ചർച്ച, മതമാണ് പ്രശ്നം, മതമാണ് കുഴപ്പം എന്നൊക്കെ പറയുന്ന ചർച്ച, മുഹമ്മദ് നബിയാണ് കുഴപ്പം, ഖുർആനാണ് കുഴപ്പം എന്നൊക്കെ പറയുന്ന ചർച്ച. കണ്ണുണ്ടാവണം നിങ്ങൾക്ക്, കാതുണ്ടാവണം നിങ്ങൾക്ക്, ചിന്താബന്ധുലമായ ഹൃദയമുണ്ടാകണം നിങ്ങൾക്ക്. എന്തുകൊണ്ടെന്നാൽ ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന ഒരു യുഗം, ലോകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഗിബ്ബൻ, ബർബറുകളുടെ, യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ മുഹമ്മദ് എന്ന പ്രവാചകൻ പൂജാതനായി. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയവർ, യുദ്ധം ചെയ്തിരുന്നവർ, ഒരു സ്ത്രീയെ 10 പുരുഷന്മാർ പ്രാപിച്ചിരുന്നവർ, ആ കുഞ്ഞിന്റെ മുഖം ആരുടെ മുഖമാണോ അതിനോട് യാചിയായവർ, അതേൽപ്പിച്ചു കൊടുത്തവർ, അതുപോലെ അനവധി തിന്മകൾ ചെയ്തവർ, കല്ലും മുള്ളും മുരടും ആരാധിച്ചവർ, ജീവിത ലക്ഷ്യമില്ലാത്തവർ, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടിയവർ, അങ്ങനെ എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനപദം. ഭാവനയല്ല, കഥാപാത്രമല്ല, അല്ല, എവിടെയോ ഭാവനയിൽ ഉണ്ടായ ഒരു ആശയമല്ല, ഇതിഹാസമല്ല, ചരിത്രമാണ്. മക്കയുണ്ടായി, ചരിത്രമാണ്. ഇന്നും മക്കയുണ്ട്, മദീനയുണ്ട്, അറേബ്യയുണ്ട്. ആ അറേബ്യയിൽ ആമിനയുണ്ട്, അബ്ദുള്ളയുണ്ട്, അവരുടെ പുത്രനുണ്ട്, മുഹമ്മദ് നബിയുണ്ട്. ആ നബി വന്നു, ജനങ്ങളെ കയറി കണ്ടു, അവരുമായി സംസാരിച്ചു, പച്ച ജീവിതത്തിൽ ഇടപെട്ടു. അവർ മദ്യപാനം ഒഴിവാക്കി, വ്യഭിചാരം ഒഴിവാക്കി, അതുപോലെ തിന്മകൾ ഒഴിവാക്കി, പെൺകുട്ടികളെ കുഴിച്ചുമൂടൽ ഒഴിവാക്കി, സ്ത്രീകളെ മാനിക്കാൻ തുടങ്ങി. നഗ്നത കാണിച്ച നർത്തകികൾ നൃത്തം നിർത്തി, സംഗീതം നിർത്തി, അവർ മനുഷ്യരായി. അവരുടെ സൗന്ദര്യത്തെ അവർ കീപ്പ് ചെയ്തു. സമ്പത്ത് കൊള്ള ചെയ്തവരത് നിർത്തി, പലിശ കൊടുത്തവരും വാങ്ങിയവരും അത് നിർത്തി. ലോകത്ത് നീതിനിമിത്തമായ ഭരണമുണ്ടായി. ലോകത്തുള്ള ക്രൈസ്തവ രാജ്യങ്ങൾ പോലും മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന സുന്ദരമായ ഒരു ജീവിതം സ്വപ്നം കണ്ടു. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കട്ടെ എന്നവർ പ്രാർത്ഥിച്ചു, മുസ്ലിങ്ങളുടെ ഭരണം വരട്ടെ എന്നവർ ആഗ്രഹിച്ചു. ലോക ഗ്രന്ഥങ്ങളിലെ ധൈര്യം ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ലോകത്തൊരു വേദഗ്രന്ഥവും അവതീർണമായി അതിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു ജനത ഋഗ്വേദത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, സാമവേദത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അഥർവവേദത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ലോകത്തൊരു വേദത്തിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനാൽ അവതരിപ്പിക്കപ്പെട്ട, ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ട ബാലനെയും സുരേന്ദ്രനെയും കല്യാണിയെയും ജോസഫിനെയും ജോർജിനെയും എല്ലാം സൃഷ്ടിച്ച, ലോകത്തിന്റെ അനന്തദിക്കുകളിൽ ജീവിക്കുന്ന സകല മനുഷ്യരെ സൃഷ്ടിച്ച പടച്ചവനാൽ അവതരിപ്പിക്കപ്പെട്ട പച്ചയായ ഒരു ഗ്രന്ഥം. മദ്യപിക്കരുതെന്ന് പറഞ്ഞു, വിചരിക്കരുതെന്ന് പറഞ്ഞു, സമ്പത്ത് ദൂർത്തടിക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ കൊല്ലരുതെന്ന് പറഞ്ഞു, മതവിരോധം വെച്ച് പുലർത്തലെന്ന് പറഞ്ഞു, നിന്നോട് ഐക്യത്തിൽ കരയുന്ന ഹൈന്ദവനോട് മാന്യമായിരിക്കണം നിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു, രാജ്യസേവനം നിന്റെ മുഖമുദ്രയായിരിക്കണമെന്ന് പറഞ്ഞു, ജീവകാരുണ്യം നിന്റെ മുഖമുദ്രയായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നന്മകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഒരു വേദഗ്രന്ഥം കടന്നു വന്നു. ലോകം അവരെ ശ്രദ്ധിച്ചു. ലോകത്ത് പരിവർത്തനമുണ്ടായി. അവർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യക്ക് മാറ്റമുണ്ടായി. ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാം സ്വീകരിച്ചു. അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ന് ഇന്തോനേഷ്യയിൽ അവർ ചെന്നു, മലേഷ്യയിൽ അവർ ചെന്നു, അവിടെയൊക്കെ ഇസ്ലാം ഉണ്ടായി. ഇത് ചരിത്രമാണ്. ഇത് കഥയല്ല, കവിതയല്ല, സിനിമയല്ല, സീരിയലല്ല, ഒറിജിനലായിട്ടുണ്ടായതാണ്. ആ ഉണ്ടായ ചരിത്രത്തെ അപഗ്രഥിച്ച് പഠിച്ച് മനസ്സിലാക്കി അവരെങ്ങനെ വൃത്തികെട്ട് ജീവിച്ചു. സാധനം സ്വർഗത്തിന് വേണ്ടി അവർ നന്നായി, നരകത്തിന് വേണ്ടി അവർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ നന്നായി. അല്ലേ, ഇവിടെ നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് പരാമർശിച്ചു. അല്ലേ, അതോവ പ്രാപ്സി സ്വർഗം ചിതോവ ബോക്ഷസേ മഹീം തസ്മാ ദുഃഖിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ വചനം. ഈ യുദ്ധത്തിൽ രക്ഷപ്പെട്ട സ്വർഗത്ത് പോകുന്നു, നരകത്ത് പോകുമെന്നും പറഞ്ഞു. ഈശാവാസുപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അന്തം തമാ പ്രതിശന്തിയെ സമ്പൂത്യമുപാസ്യത്തെ എന്ന സൂക്തത്തിലൂടെ പഠിപ്പിച്ചു.
ഏത് സൃഷ്ടിജാലങ്ങളെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്ത് പോകും. ഇതെല്ലാം വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതില് സംഘാടകർ അനുവദിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ, അങ്ങനെ നമ്മൾ റേഡിയോ പറഞ്ഞ പോലെ പറഞ്ഞുപോയി എന്ന് വരാതിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. മത താരതമ്യ പഠനമുണ്ടാണ്, കമ്പാരിറ്റീവ് റിലീജിയൻ, അതിവിടെ നടക്കണം. അത് എല്ലാവർക്കും കൈമാറണം. വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്നതാണ്. 20-ലധികം തവണ മനുഷ്യരെ എന്ന് വിളിച്ച ഗ്രന്ഥാണ് ഖുർആൻ. പ്രവാചകൻ മാനവികതയുടെ പ്രവാചകൻ പഠിപ്പിച്ചൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതില്ല. എല്ലാം മനുഷ്യർക്ക് സ്വീകാര്യമാണ്. അത്ര സുന്ദരമായ ഒരു ആശയം. അതാണ് മതം, പടച്ചോന്റെ മതം. നമുക്കൊക്കെ വായു തന്ന പടച്ചോന്റെ മതം, നമുക്കൊക്കെ വെള്ളം തന്ന പടച്ചോന്റെ മതം. അല്ലാതെ മനുഷ്യനിർമ്മിതമായതല്ല. മനുഷ്യൻ നിർമ്മിക്കുമ്പോൾ അസൂയ ഉണ്ടാവും, വിരോധം ഉണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, പക്ഷപാതിത്വം ഉണ്ടാവും. പടച്ചോന്റെ മതമാകുമ്പോ അതൊന്നുമില്ല. പടച്ചോൻ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയാണോ ആ നാഥനാൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മതം. ആ മതത്തിന്റെ വിശ്വാസത്തിൽ ഏറ്റവും കാതലായ വശം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിന്റെ രക്ഷയാണ് രക്ഷ. ആ മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയാണ് ശിക്ഷ. ഇനി ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹണമാണ്. ഇത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾ ഞങ്ങൾക്കെതിരാകും. ഈ സത്യത്തെ നിങ്ങൾക്ക് എത്തിക്കുക. നിങ്ങൾ നിർബന്ധിക്കുന്ന ഒരു വിഷയം ഇവിടെ ഇല്ല. ഒരു ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഉമർ ബിൻ ഖത്താബ് ഭരിക്കുന്ന കാലം, ഖലീഫ ഉമർ ഭരിക്കുന്ന കാലം, അദ്ദേഹം ഒരു അമുസ്ലിം വനിതയോട്, ഒരു സ്ത്രീയോട്, ഇസ്ലാം അല്ലാത്ത ഒരു സ്ത്രീയോട് മതം പറഞ്ഞു, ഇസ്ലാം പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ചുള്ള ഗുണങ്ങൾ പറഞ്ഞു, സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നുകയാണെന്ത്, ഞാൻ അവരെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചു പോകും. നല്ലോണം ശ്രദ്ധിക്കണം. ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞാലും ഒരു അമുസ്ലിം വനിതയോട് ഇസ്ലാമിനെ പറ്റി പറയും. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു, ഞാൻ അവരെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധ സ്വരത്തിൽ പറഞ്ഞു പോകും. അപ്പൊ അദ്ദേഹം ഉടനെ പടച്ചവനോട് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ, ഞാൻ ആ മുസ്ലിം വനിതയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ. അതാണ് ഇസ്ലാം. ഒരാളെയും നിർബന്ധിക്കാൻ ഇസ്ലാമിന് വകുപ്പില്ല. പക്ഷെ ഇതുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. ആ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് ട്രാഫിക് ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കും. എടാ ഹെൽമെറ്റ് ധരിച്ചില്ലേ, ധരിച്ചോ. അതൊരു മാനവീയ സ്നേഹ. ആ ലൈറ്റ് ഇടലാണ് ഇപ്പോ. സിഗ്നൽ തരികയാണ്, ഇങ്ങനൊരു ലോകണ്ട്, ശ്രദ്ധിച്ചോളേ. അത് നിങ്ങളോട് പറഞ്ഞു തരാം. അതിവിടെ ബ്രീഫായിട്ടോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബ്രീഫ് നിങ്ങൾ നോക്ക്. പ്രവാചകൻ വന്നിട്ടൊരു സമൂഹം നന്നായി, എല്ലാ തിന്മയും അവർ രക്ഷപ്പെട്ടു, ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള മനുഷ്യരായി. ആ പ്രവാചകനെ പറ്റി ഒന്ന് പഠിച്ചു നോക്ക്. ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പഠിച്ചു നോക്ക്. വേദഗ്രന്ഥം എന്തായിരുന്നു എന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ എക്സിബിഷൻ ഹാളിൽ നിങ്ങൾ ചെന്നാൽ, ഇവിടെ ഇരിക്കുന്നവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവസരം കിട്ടിയ എക്സിബിഷൻ നിങ്ങൾ കണ്ണ് അഞ്ചിപ്പോകും. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ. ഇപ്പൊ ഭവൻസ് സ്കൂളിലെ ടീച്ചർ സാൽവേഷൻ നമ്പറിൽ വന്നിട്ട് കരയാണ്. ഒരു ഹൈന്ദവ സ്ത്രീയാണ് അവര്. ഒരു കരയുന്നല്ല. ഞങ്ങൾ ചോദിച്ചു, എന്തിനാ ടീച്ചർ കരയണേ? എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അതൊന്നുമല്ല. ഇവിടെ എഴുതി വെച്ച ചില ചാർട്ട് വായിച്ചപ്പോ ഞാൻ കരഞ്ഞു പോയതാ. കാരണം നല്ല ഭാര്യ ആരാന്ന് എഴുതി, ഞാനൊരു നല്ല ഭാര്യയല്ല. നല്ല അമ്മ ആരാന്ന് എഴുതി, ഞാനൊരു നല്ല അമ്മയല്ല. ഞാനൊരു നല്ല ടീച്ചറാ. ടീച്ചറാകാൻ ശ്രമിച്ചപ്പോ എനിക്ക് അമ്മയാകാൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥയാകാൻ ശ്രമിച്ചപ്പോ എനിക്ക് ഭാര്യയുമാകാൻ കഴിഞ്ഞില്ല. ഇതൊരു വലിയ സത്യം കൂടി കേട്ടോ. നല്ലൊരു ഉദ്യോഗസ്ഥയായ പെണ്ണിന് നല്ല ഭാര്യയാകാൻ കഴിയില്ല, നല്ല അമ്മയുമാകാൻ കഴിയില്ല. അപൂർവ സ്ത്രീകൾക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നല്ല ഭാര്യയാരാ, നല്ല ഉപ്പയാരാ, നല്ല ഉമ്മയാരാ, നല്ലതെന്താ എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. എല്ലാ വിഷയങ്ങളും, സ്ത്രീയുടെ വിവാഹം, മോചനം, സമ്പത്ത്, സ്വത്തവകാശം, എല്ലാ വിഷയവും എത്രത്തോളം അറിയോ? ഒരു വാട്ടർ ടേപ്പിൽ ഇങ്ങനെ വാവെച്ച് കുടിക്കരുത് എന്ന് വരെയുള്ള കാര്യം പ്രവാചകൻ പഠിപ്പിക്കാൻ. ഒരു വാട്ടർ ടേപ്പിൽ വെച്ച് ഇങ്ങനെ കുടിക്കരുത്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ കാരണം എന്താ? ഈ വാട്ടർ ടേപ്പ് നല്ല നനവുള്ള സ്ഥലമായി. ഈ നനവുള്ള പ്രദേശത്ത് വല്ല ഏജന്തുക്കൾ കയറി കൂടും. പെട്ടെന്ന് കൈവെക്കുമ്പോൾ വായിലേക്ക് കയറും. അത് അത്ര വരെ. ഒരു ഷൂ അയച്ചു വെച്ചാൽ അത് പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കരുത്. ഒരു പാൻസ് അയച്ച് കൊളത്തി വെച്ചാൽ അത് പരിശോധിച്ചാൽ ധരിക്കരുത്. നിങ്ങൾ എന്നും കിടക്കുന്ന ബെഡിൽ എങ്ങു വന്നാലും ആ വിരി ഒന്ന് എടുത്ത് കുടഞ്ഞ് പരിശോധിച്ചിട്ട് വിരിച്ച് കിടക്കണമെന്ന്. അങ്ങനെ എല്ലാ കാര്യത്തിലും, എല്ലാ വിഷയത്തിലും വയറു നിറച്ചുള്ളരുത്, അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം തുടങ്ങിയ നിങ്ങൾ ചോദിച്ചോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തും എല്ലാം ഇസ്ലാമിലുണ്ട്. അതെല്ലാം നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതെല്ലാം നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്ക് പഠിക്കാം, ഒന്നിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ
എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സെമിനാറിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ അംഗീകരിച്ച ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. 4ാമത്തെ പ്രമേയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളായ മനുഷ്യർ ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ നിന്നുള്ള മാർഗദർശനം പിൻപറ്റുകയും ചെയ്താൽ മനുഷ്യ സമൂഹത്തിൽ ഛിദ്രതകൾ ഉണ്ടാവില്ല. വർഗീയതയില്ലാത്ത ഈ വിശ്വാസത്തിലൂടെ മാനവിക ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഇസ്ലാമിനെ മുൻവിധികളില്ലാതെ പഠനവിധേയമാക്കാൻ സഹോദര സമുദായങ്ങൾ തയ്യാറാവണമെന്ന് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന 4ാമത് ഇസ്ലാമിക് സെമിനാറിലെ ഈ സ്നേഹ സംഗമം ഗുണകാംക്ഷാപൂർവം ആവശ്യപ്പെടുന്നു. വിശ്വാസ ആദർശങ്ങളിൽ വ്യതിരിക്തത പുലർത്തുമ്പോൾ തന്നെ ഒരു ബഹുസ്വര സമൂഹം എന്ന നിലക്ക് സമാധാനപൂർവം സഹവസിക്കാനും മാനവിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനും ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.